ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? മൈസൂർ ജംഗ്ഷനിലാണ്. മൈസൂരിൽ നമ്മളൊരു പുതുപുത്തൻ യാത്ര തുടങ്ങാൻ പോകണം. എപ്പോഴും പുതുപുത്തൻ യാത്രകളാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കർണാടകയിലല്ലോ, മൈസൂരിൽ നിന്ന് ഹുബ്ലിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഒരു വെറൈറ്റി റൂട്ടിലാണ്. അപ്പോൾ മൈസൂർ സ്റ്റേഷനിൽ ബോർഡ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതിൽ ഏറ്റവും അവസാനമാണ് വണ്ടി 06281 അജ്മേർ സ്പെഷ്യൽ എക്സ്പ്രസ് ആണ് നമ്മുടെ യാത്ര. അത് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്തിട്ടില്ലാത്ത റൂട്ടാണ്. മൈസൂരിൽ നിന്ന് തുടങ്ങി ഹാസൻ അൽസിക്കേര വഴി പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ചിക്ജാജൂർ പോയിട്ട് അവിടെ നിന്ന് ചിത്രദുർഗ, റായദുർഗ്, ബെല്ലാരി, ഹോസ്പേട്ട്, ഗദഗ് വഴിയാണ് ഹുബ്ലിക്ക് പോകുന്നത്. അത്യാവശ്യം ചുറ്റിക്കറങ്ങി പോകുന്ന റൂട്ടാണ്. ഇന്നിപ്പോൾ രാവിലെ 8 മണിക്കാണ് പുറപ്പെടുന്നത്. രാത്രി 8:30 ആകുമ്പോഴേക്കും എത്തുള്ളൂ. 12-12 മണിക്കൂർ യാത്രയുണ്ട്. ഈ റൂട്ടിലെ സ്ലോവസ്റ്റ് ട്രെയിനാണ് ഈ വണ്ടി. അപ്പോൾ നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷൻ ഉള്ളിലേക്ക് പോകാം. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് മൈസൂർ സ്റ്റേഷൻ്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് കാണിക്കണമെന്ന് നല്ല ഭംഗിയാണ്. ഇവിടെ നിറച്ച് ഓട്ടോറിക്ഷക്കാരൻ തിരക്കായതുകൊണ്ട് അവിടെ നിന്ന് കാണിക്കാൻ പറ്റാത്തത്. നമ്മൾ ഇവിടെ നിന്ന് കണ്ട് സന്തോഷിച്ചേക്കാം. എന്നാൽ നമുക്ക് പതുക്കെ സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ വിശേഷമൊക്കെ ഒന്ന് കാണാം. 8 മണിക്കാണ് പോകുക. സമയം ഇപ്പോൾ 7:15. 3/4 മണിക്കൂറും കൂടി ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 5 നമ്മുടെ വണ്ടി. അപ്പോൾ ഞാനങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല. കാരണം ഈ വണ്ടി റൈറ്റ് സൈഡിലുള്ള വണ്ടി ഇത് ഏതാണെന്ന് അറിയില്ല. സമയം 7:15 അപ്പോൾ ഹംപി എക്സ്പ്രസ് ആയിരിക്കണത്. കരിയിലെ ബെൽഗാവി മൈസൂർ ബാഗൽകോട്ടെ ബെൽഗാം മൈസൂർ എക്സ്പ്രസ് ആണത്. ഈ ബെൽഗാം മൈസൂർ എക്സ്പ്രസ് വന്ന് കയറി ഇതിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങുന്നതിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ നല്ല ഇടിയായിരുന്നു പ്ലാറ്റ്ഫോമിൽ. കഷ്ടപ്പെട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. ഇതിപ്പോൾ മൈസൂരിൽ നിന്ന് മദാർ ജംഗ്ഷനിലേക്കാണ് ഓടുന്നത്. മദാർ എന്ന് പറയുന്നത് അജ്മേറിൻ്റെ ഒരു സാറ്റലൈറ്റ് ടൗണാണ്. അങ്ങോട്ടാണ് ഈ വണ്ടി ഇപ്പോൾ ഓടുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം വരെ LHB റേക്കായിരുന്നു. കഴിഞ്ഞ മാസം വരെ LHB റേക്ക് ഉപയോഗിച്ച് അജ്മേറിലേക്കായിരുന്നു സ്പെഷ്യലായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നത്. ഈ മാസം മുതൽ അവർ ICF റേക്കാക്കി മദാറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. നമുക്കെന്നാൽ പോയി ലോക്കോ നോക്കി തിരിച്ചു വന്നിട്ട് നമ്മുടെ കോച്ചിലേക്ക് പോകാം. ഞാൻ B3 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ടിക്കറ്റ് ഒന്നും കൂടി നോക്കണം. ഞാൻ നടന്ന് ഫ്രണ്ടിലെത്താറായി. G9 ആണ് പതിവ് പോലെ. റൈറ്റ് സൈഡിലൊരു ട്രെയിൻ കയറി വരുന്ന കാണുന്നത് ചാമരാജനഗർ തിരുപ്പതി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിന് വർക്ക് ചെയ്യാൻ പോകുന്ന ലോക്കോ. 33073 സഹാരൻപൂർ ഷെഡിൻ്റെ G9 ആണ് ലോക്കോ. ലോക്കോ പൈലറ്റുമാരൊന്നും വന്നിട്ടില്ല. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വരുമായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പാൻറ്റോഗ്രാഫ് HRPT ആണ്. ഹൈ റേഞ്ച് പാൻറ്റോഗ്രാഫാണ്. കാര്യം അജ്മേർ റൂട്ടിലാണ് പോകുന്നത്. അജ്മേർ വണ്ടിയാണല്ലോ. അപ്പോൾ ഇതെവിടെയെങ്കിലുമൊക്കെ ഹൈ റീച്ച് സെക്ഷനിൽ കയറാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട് പാൻറ്റ് ഹൈ റീച്ചാണ് ഇതിൻ്റെ. നമ്മുടെ ട്രെയിനിന് വൃത്തിയുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സ്പെഷ്യലാണെങ്കിൽ കണ്ട നല്ല വൃത്തിയുള്ള ബോർഡാണ്. മൈസൂർ ജംഗ്ഷൻ, മദാർ ജംഗ്ഷൻ 06281. അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന കോച്ച് 121597. ഈ കോച്ചിന് മാത്രം സ്ഥലപ്പേരോ കോച്ച് നമ്പറോ ഉള്ള ബോർഡൊന്നുമില്ല. ബാക്കി എല്ലാ കോച്ചുകൾക്കും ഉണ്ട്. അങ്ങനെ പതുക്കെ നമുക്ക് നമ്മുടെ കോച്ചിൽ പറയാം. സീറ്റ് നമ്പർ 15 സൈഡ് ലോവറിലാണ്. ഫ്രഷ്ലി POH ആണ്. നല്ല പെയിൻറ്റ് വേണം. നല്ല പെയിൻറ്റ് വേണം ഇതിനകത്ത്. ICF തേർഡ് AC കോച്ചിലാണെങ്കിൽ ഒരുപാട് കാലമൊന്നും ബാക്കി ഉണ്ടാവില്ല. ഉള്ള കാലത്ത് നമ്മൾ യാത്ര ചെയ്ത് വെക്കണം. ഇവിടെയാണ് എൻ്റെ ബർത്ത് 15. അപ്പോൾ ഈ ICF കോച്ചുകളിൽ നമ്മുടെ LHB കോച്ചുകളിൽ ഇല്ലാത്തൊരു അടിപൊളി ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്, ഫാനാണ്. അപ്പോൾ AC ഓണാവുന്ന വരെ നോക്കി ഫാനിൻ്റെ ബലത്തിൽ നമുക്കൊന്ന് ജീവിക്കാം. ഇതാണ് ഇൻറ്റീരിയേഴ്സ്. ഇനി ഒരുപാട് കാലം ICF കോച്ചുകൾ ബാക്കി ഉണ്ടാവില്ല. കാരണം വളരെ പെട്ടെന്ന് തന്നെ ICF കോച്ചുകളൊക്കെ അവർ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭാഗ്യത്തിന് നമുക്കിവിടെ ചാർജിങ് പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അതൊക്കെ ഉണ്ട്. കാര്യം പല ICF കോച്ചുകൾ, പ്രത്യേകിച്ച് പഴയ ICF കോച്ചുകളിൽ സൈഡ് ലോവറിന് ചാർജിങ് പോയിൻറ്റ്സ് ഉണ്ടാവാറില്ല. ഇതിൽ ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ സംഭവം കളറാണ്. നമ്മൾ പോയിട്ടില്ലാത്തൊരു റൂട്ടിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നമ്മളോട് സഹകരിക്കുക. ഈ കിടക്കുന്ന ബസവ എക്സ്പ്രസ്സിന് റേക്ക്, അതായത് ഇന്ന് രാവിലത്തെ ബെൽഗാവി മൈസൂർ എക്സ്പ്രസ് ആയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് മൈസൂർ ബാഗൽകോട്ട് ബസവ എക്സ്പ്രസ് ആയിട്ട് പോകുന്ന റേക്ക്. ഇത് ആ ബസവ ആവുന്നതിന് മുമ്പായിട്ട് ഇത് ഒരു പ്രാവശ്യം ഒന്ന് ചാമരാജനഗർ പോയി തിരിച്ചിരുന്നു പാസഞ്ചറായിട്ട്. അപ്പോൾ ജസ്റ്റ് അനൗൺസ് ചെയ്തിരുന്നത് LHB റേക്ക് ഉപയോഗിച്ച് ഓടുന്നൊരു പാസഞ്ചറാണ്. നമ്മുടെ സമയം ഇപ്പോൾ 8 മണിയായി.
നമ്മൾ അനങ്ങി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പുറപ്പെടുമെന്ന് വിചാരിക്കുന്നു. സമയം ഇപ്പോൾ 8:02 നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല. ഈ പ്ലാറ്റ്ഫോം ഒരു വളവിലായതുകൊണ്ട് സ്റ്റാർട്ടർ സിഗ്നലായിട്ട് കാണാനും പറ്റുന്നില്ല. ലെഫ്റ്റ് സൈഡിലത്തെ ഡോറുകളെല്ലാം മറ്റേ ബ്ലാങ്കറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിപ്പോൾ ഒരു ബർത്തുകളിലോട്ട് പോയാൽ അവിടെ കാലിയാവുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ അനങ്ങി തുടങ്ങി. സമയം 8:06. 6 മിനിറ്റ് ലേറ്റായിട്ടാണ് വണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്ന വണ്ടി ഇപ്പോൾ ചാമരാജനഗർ പാസഞ്ചറായിട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡിൽ ഇതൊന്നും ചാമരാജനൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇനി അറ്റത്ത് ജയ്പൂർ മൈസൂരിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട്. അത് ഇന്ന് മൈസൂരിലേക്ക് പോകുന്നതാണ്. ശനിയാഴ്ചകളിൽ മൈസൂരിൽ ജയ്പൂരിലേക്കാണ്. ശനിയാഴ്ചകളിൽ ജയ്പൂരിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന വണ്ടിയാണത്. 37716 വിജയവാഡയാണ് ലോക്കോ. ഹൈ റേസ് പാൻറ്റൊന്നുമല്ല, മിക്കവാറും ലോക്കോ ചേഞ്ച് എവിടെയെങ്കിലും കാണുമായിരിക്കും. പിന്നെ റൂട്ട് എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ, ഹൈ റേസ് സെക്ഷൻ വഴി പോകുന്നുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് സവായ് മാധവപൂർ വഴി ജയ്പൂർ പോയി കയറുകയെന്നുണ്ടെങ്കിൽ ഹൈ റേസ് പാൻറ്റൊന്നും ആവശ്യമില്ല. ഞാനന്ന് ആക്ച്വലി ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അതിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ 1.5 മാസത്തെ യാത്രകളൊന്നും ചെയ്യാണ്ടിരുന്നപ്പോൾ നമുക്ക് ഈ യാത്രകളിൽ കീഴ്വഴക്കങ്ങളൊക്കെ ഇങ്ങോട്ട് മറന്നുപോയി. ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് ഹാസനിലേക്ക് പോകുന്ന ലൈനിലാണ്. റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 2 ലൈനുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ലൈനാണ്. എക്സ്ട്രീം റൈറ്റ് സൈഡിൽ കാണുന്ന ലൈന് അത് ഷണ്ടിങ് ലൈനാണ്. അവിടെ മെയിൻ ലൈനിൽ കൂടെ ഒരു വാപ്സൺ ഹൗളിൽ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ചും കൂടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ട്രെയിൻ ഏതാണെന്ന് ലോക്കോ ഏതാണെന്നൊക്കെ നോക്കാമായിരുന്നു. ലക്കിയില്ല. ഇവിടെ റൈറ്റ് സൈഡിൽ ഈ മൺതിട്ടയ്ക്ക് അപ്പുറത്തുള്ളത് മൈസൂർ സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനലാണ്. അവിടെ കിടക്കുന്നത് 39172 ആണ് ലോക്കോ കേട്ടോ. 39172. ഈ കാണുന്നതാണ് മൈസൂർ സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനൽ. നമ്മൾ ബാംഗ്ലൂർ ലൈൻ വഴി വരുമ്പോൾ ഈ ലൈനിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടെ അവിടെ ട്രെയിൻ നിൽക്കുന്നതാണല്ലോ, അങ്ങനെയാണ് വരുന്നത്. ഞാനത് ആ സൈഡിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് സാറ്റലൈറ്റ് ഗുഡ്സ് ടെർമിനൽ. ഇത് മൈസൂർ ന്യൂ ഗുഡ്സ് ടെർമിനൽ എന്ന് മറ്റോ പേര്, MNGT. ഈ ലൈൻ വഴിയുള്ള നമ്മുടെ ആദ്യത്തെ എക്സ്പ്ലോറേഷൻ കേട്ടോ. ഈ ലൈൻ നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇരുട്ടത്തായിരുന്നു, രാത്രിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലൈൻ ശരിക്കും കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ ഈ ലൈൻ ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലൈൻ കയറി വരുന്നുണ്ട്. ഇത് ഗുഡ് സൈഡിങ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം ഇലക്ട്രിഫൈഡ് അല്ല, പ്രോബ്ലി ആ ന്യൂ ഗുഡ്സ് ടെർമിനലിലോട്ടോ എല്ലാം പോകുന്നൊരു സൈഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിറ്റിലോട്ട് പോകുന്ന സൈഡിങ് ആണോ എന്നറിയില്ല. ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഈ കാണുന്ന മൈസൂർ ഔട്ടർ റിംഗ് റോഡാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. റോഡിൻ്റെ പാലത്തിന് പണി നടക്കുന്നത്, എൻ്റെ പൊന്നായി പാലത്തിന് പണി നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ളൊരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പം കുറച്ച് നേരമായിട്ട് പതുക്കെ വരുമായിരുന്നു. നമ്മളിപ്പോൾ ഈ ലൈനിലത്തെ ആദ്യത്തെ സ്റ്റേഷൻ ബെലഗുള എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് തന്നെ. ബെലഗുള ലൂപ്പ് ലൈൻ സ്കിപ്പാണോ എന്നൊരു സംശയം. ഇവിടെ കുറേ പഴയ കോച്ചുകളൊക്കെ കിടക്കുന്നുണ്ട്. പഴയതാണ്, ആക്സിഡൻ്റ് റിലീഫ് ട്രെയിൻ ആയിരുന്നു, ഉപയോഗിക്കുന്നില്ല ഒന്ന് കണ്ടിട്ട്. എന്തായാലും സ്ലീപ്പർ കോച്ചിൻ്റെ അവസ്ഥ ഉണ്ടോ, എന്തോ ചെയ്യാൻ വേണ്ടി വെട്ടിയതാണെന്ന് തോന്നുന്നു വരുന്നത്.
മൈസൂരു തൂട്ടിക്കോരൻ. മൈസൂർ തൂട്ടിക്കോരൻ സ്പെഷ്യൽ കൂടി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ റേക്കാണെന്ന് തോന്നുന്നു. ഇതാണ് ബെലഗുള സ്റ്റേഷൻ. ബെലഗുള ഇതായിരുന്നു പഴയ സ്റ്റേഷൻ ബിൽഡിംഗ്. നമുക്കെന്നാൽ കുറച്ചുകൂടെ ഉള്ളിൽ പോയി ഇരിക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് കൃഷ്ണരാജസാഗർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ പാസ് ചെയ്തു. കൃഷ്ണരാജസാഗർ എന്ന് പറയുമ്പോൾ KRS അഥവാ ബൃന്ദാവൻ ഡാമിൻ്റെ സ്റ്റേഷനാണ്. നമ്മൾ പതിയം താമസിച്ചത് ബൃന്ദാവൻ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ വഴി പാസ് ചെയ്യും. വെള്ളം നമുക്ക് ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കാണുന്ന വെള്ളം ബൃന്ദാവൻ ഡാം അഥവാ KRS അണക്കെട്ടിൻ്റെയാണ്, കൃഷ്ണരാജസാഗർ ഡാമിൻ്റെയാണ്. നമ്മളിനി അതിൻ്റെ അടുത്ത് കൂടെ തന്നെ പോകും. ഇതൊരു വലിയ ഡാമാണ് കേട്ടോ, ഹ്യൂജ് ഡാമാണിത്. അതുകൊണ്ട് തന്നെ കാച്ച്മെൻറ്റ് ഏരിയ ഒരുപാട് ദൂരമുണ്ട്. നമ്മളതിന് പാരലായിട്ട് കുറേ ദൂരം ഓടും. നമുക്കൊരു ആംബർ സിഗ്നൽ കിട്ടിയായിരുന്നു. ക്രോസിംഗ് ആണോ എന്നൊരു സംശയം. കാര്യം ഇത് സിംഗിൾ ലൈൻ സെക്ഷനാണല്ലോ, നമ്മൾ നിർത്തി ക്രോസ് ചെയ്ത് പോകണം. ഒരു അരസിക്കര മൈസൂർ പാസഞ്ചർ വരാനുണ്ട്. ദൂരം റെഡ് കാണാനുണ്ട്. നമ്മൾ ഈ ലെവൽ ക്രോസിന് കുറുകെ നിൽക്കും. കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ എടുത്തു. റൈറ്റ് സൈഡിൽ മാത്രം ലൂപ്പ് ലൈനുള്ള സ്റ്റേഷനാണ്. റൈറ്റിലുള്ള റൂട്ട് ഇൻഡിക്കേറ്റർ നമുക്ക് മെയിൻ ലൈനിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് വണ്ടി സ്റ്റേഷനോട് കയറി നിന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് അപ്പോൾ അതൊക്കെ റൈറ്റ് സൈഡിലോട്ട് സ്വിച്ച് ചെയ്യാം. അല്ലെങ്കിൽ റൈറ്റ് സൈഡാണ് നല്ലത്. അവിടെ വെയിൽ കുറവാണ്, അവിടെ വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ ക്രോസിങ് കാണാൻ പോവാണ്. ഈ റൂട്ടിൽ നമുക്ക് ഒരുപാട് ക്രോസിംഗ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒരുപാട് ദൂരം സിംഗിൾ ലൈനിലായിരിക്കും പോകുന്നത്. ഇതാണ് സാഗരക്കട്ട എന്ന് പറഞ്ഞ സ്റ്റേഷൻ. സാഗരക്കട്ടയിൽ അരസിക്കര മൈസൂർ പാസഞ്ചറുകളൊക്കെ ഉണ്ട്. വാപ്പ് 737805 കൃഷ്ണരാജപുരത്തിൻ്റെ ലോക്കമാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോർഡുണ്ട് ഇതിന്. എനിക്ക് തോന്നുന്നു ഇതേ വണ്ടി തന്നെയാണ് തോന്നുന്നു നമ്മുടെ സേലം പാസഞ്ചറൊക്കെ ഓടുന്നത്. വീണ്ടും നമ്മുടെ ഡാമിൻ്റെ കാച്ച്മെൻ്റാണ് ഈ കാണുന്നത്. സാഗരക്കട്ടയിൽ ഒരു പാലമുണ്ട് ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ കുറേ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പഴയ മീറ്റർ ഗേജ് പാലത്തിൻ്റെ ബാക്കിയാട്ടോ. ഇതൊരു മീറ്റർ ഗേജ് റൂട്ടായിരുന്നു പണ്ട്. ഈ
ഈ കാണുന്ന KRS ഡാം എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ്റെ അപ്പുറത്തോട്ടാണ് രംഗനത്തിട്ടൊന്നും മറ്റോ പറഞ്ഞൊരു ബേർഡ് സാങ്ച്വറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേയൊക്കെ പക്ഷികളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇത് ശരിക്കും കാവേരി നദിക്ക് കുറുകെയാണ് പണിതിരിക്കുന്നത്. നമ്മൾ അല്പം മുമ്പിലായിട്ട് കാവേരി നദിയും ക്രോസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അറിവ്. അതായത് തലക്കാവേരിയിൽ നിന്നും കാവേരിയായിട്ട് ഒഴുകി വന്ന ഈ ഡാമിലേക്കാണ് വരുന്നത്. ഈ ഡാമിൽ വെള്ളം അക്യൂമുലേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് പിന്നെ താഴോട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഇവിടുന്ന് താഴോട്ട് റിലീസ് ചെയ്യുന്നതാണ് നമ്മൾ തമിഴ്നാട്ടിൽ ഈറോഡിനടുത്ത് നല്ല വീതിക്ക് നമ്മൾ കാണുന്നത്. ഇതിന് കുറുകെ താഴോട്ട് മാറി മേട്ടൂർ ഡാമും കാവേരി നദിക്ക് കുറുകെ തന്നെയാണ്. ഈ ഒരു റൂട്ട് നമ്മുടെ മൈസൂർ, ഹാസന, അരസിക്കര റൂട്ട് നമുക്ക് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റൂട്ട് വഴി യാത്ര ചെയ്യണമെന്നുള്ളത്. വളരെ സെനിക്കായിട്ടുള്ള റൂട്ടാണ്, സത്യം കേട്ടോ. നല്ല ഭംഗിയുള്ള റൂട്ടാണിത്. ഇത് ഡീസൽ ആയിരുന്ന കാലത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. ഡീസൽ ലോക്കും കൂടി ആയിരുന്നെങ്കിൽ വേറൊരു ഫീലായിരുന്നു. കൃഷ്ണരാജ നഗർ സ്റ്റേഷനാണത്. ഇത് കാവേരി നദിക്ക് കുറുകെയുള്ള പാലമാണ്. അതാണ് കാവേരി നദി. നമ്മൾ മന്ദകേര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഇതിന് മുമ്പിലത്തെ സ്റ്റേഷൻ അക്കെഹെബ്ബാൾ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ ഏകദേശം ഒരു 7-8 മിനിറ്റോളം കടന്നായിരുന്നു. ഇപ്പോൾ ഇത് മന്ദകേര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വന്ന് കിടക്കുകയാണ്. എനിക്ക് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ഏതോ പാസഞ്ചർ മറ്റോ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു മൈസൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് കാണിക്കുന്നുണ്ട്. അതൊരു പാസഞ്ചറാണ് ശരിക്കും. എനിക്ക് അതിൻ്റെ തൊട്ട് പുറകിൽ നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുള്ള വണ്ടിയാണ്. അവൻ നിർത്തി പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ കാണുന്ന സ്റ്റേഷൻ ബിൽഡിങ്. ഏകദേശം 20 മിനിറ്റോളം കിടന്നിട്ട് മന്ദകേര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പുറപ്പെട്ടു. അതിൻ്റെ സൈഡിലായിട്ടൊരു പുഴയുണ്ട്. ഹേമാവതി എന്ന മറ്റുമാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഈ പുഴയിലൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഹൈഡൽ സ്റ്റേഷനാണ്. അവിടെ അതൊരു ഡാം പോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചിലപ്പോൾ. അതിന് എന്തൊരു ഹൈഡൽ പവർ സ്റ്റേഷനുണ്ട്. നമ്മൾ മന്ദകേരയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈസൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് പാസഞ്ചറാണത്. അതിന് മുന്നേ പോയിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത ബ്ലോക്കിലോട്ട് കയറിയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് വിട്ടത്. നമ്മൾ വെച്ചാൽ ഹോള നരസിപ്പുര സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. ഹോള നരസിപ്പുര സ്റ്റേഷനിൽ വണ്ടിക്ക് ഷെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ട്. മൈസൂരിനും ഹാസനും ഇടയ്ക്കുള്ള ഏക സ്കെഡ്യൂൾഡ് ഹോൾട്ട്. അവിടെ നിന്ന് ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട് ഫ്രണ്ടിൽ. ഈ സ്വിച്ചിന് ഒന്നും ട്രാക്ക് വർക്കും അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വെച്ചാൽ ഹോള നരസിപ്പുര സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഈ വണ്ടിയിൽ ഓൺ ബോർഡ് കാറ്ററിംഗ് ഒന്നും ഇല്ല കേട്ടോ. പാൻട്രി കാറും ഇല്ല, ഓൺ ബോർഡ് കാറ്ററിങ്ങും ഇല്ല. മൈസൂർ സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെയോ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് വന്നായിരുന്നു. ദോശ ഇഡ്ഡലിയൊക്കെ. ഞാൻ ദോശ മേടിച്ച് കഴിച്ചായിരുന്നു. അതല്ലാണ്ട് വേറെ ഐറ്റംസ് ഒന്നും വണ്ടിയിലില്ല. ഇനിയിപ്പോൾ ലഞ്ചും ആദ്യം കിട്ടുന്ന സ്ഥലത്തൊന്നും ലഞ്ച് മേടിച്ച് കഴിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പണിപാളും. അതല്ലാണ്ട് ഈ വണ്ടിയിലൊന്നും വരുന്നില്ല. ചായ, കാപ്പി അങ്ങനത്തെ ഒന്നുമില്ല. ഓൺ ബോർഡ് കാറ്ററിംഗ് ഇല്ലേ വണ്ടിയിൽ. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്.
എൻട്രൻസ് താഴെ കേട്ടോ, ഫസ്റ്റ് ഫ്ലോറിലാണ് പ്ലാറ്റ്ഫോം. എൻട്രൻസ് താന്നിട്ടാണ്. ഈ ആൾക്കാർക്ക് ഈ വണ്ടിയെ കാത്ത് നിൽക്കുകയായിരുന്നു തോന്നുന്നു കേട്ടോ. നമ്മൾ പുറപ്പെടുക ഹോളി നരസിപ്പുറയിൽ നിന്ന്. സമയം ഇപ്പോൾ 10:09. നമ്മൾ നേരത്തെ കണ്ട ഹേമാവതി നദി നമ്മളിവിടെ വെച്ച് ക്രോസ് ചെയ്യാണ്. ഇതാണ് ഹേമാവതി നദി. ഇവിടെ വളരെ ശാന്തമായ നദിയാണ്. ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ. സമ്മർ തുടങ്ങാറായി. ഇനി മുകളിൽ ഡാം വല്ലതും ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു. ഹോളി നരസിപ്പുറ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് ഹാസനിലാണ്. ഹാസനിലേക്ക് ഇവിടുന്ന് ഏകദേശം 34 കിലോമീറ്ററോ മറ്റോ ഉണ്ട്. പിന്നെ നമുക്കിനി ഹാസൻ എത്തിയിട്ട് കാണാം. വഴി മുഴുവനുള്ള വിഷ്വൽസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വഴി മുഴുവൻ ഇതേ സ്റ്റൈൽ വിഷ്വൽസാണ്, പാടങ്ങളാണ്. ഈ ട്രെയിൻ മിക്കവാറൊക്കെ കാലി കേട്ടോ. എല്ലാ കൊച്ചും തരം കാലിയാണ്. അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരുണ്ട്. മിക്കവാറൊക്കെ റെയിൽവേ സ്റ്റാഫ് തന്നെയാണ് അവരുടെ ഇരിക്കുന്നത്. ഇന്നൊരു വയഡക്റ്റായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി പുറത്തോട്ട് വരുമായിരുന്നു. പണി നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തെ ലേക്ക് പോലെ എന്തോ സംഭവമുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ ഹാസനിലേക്ക് എത്തുകയായി. അപ്പോൾ ഇത് ഹാസൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു പെട്രോളിയം സൈഡിങ് ആണ് ലെഫ്റ്റ് സൈഡിൽ. ഏത് കമ്പനിയുടെ എന്നറിയില്ല, കാണാൻ പറ്റുന്നില്ല. സഡനായിട്ട് അങ്ങനെ മല വന്നു. അപ്പോൾ നമ്മൾ ഹാസൻ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. ഈ ലെഫ്റ്റ് സൈഡിലാണ് നേരത്തെ വന്ന പെട്രോളിയം സൈഡിങ്ങിന് വരുന്ന ലൈൻ, ഡെഡിക്കേറ്റഡ് ലൈൻ. ചുമലും ബിൽഡിംഗ് കണ്ടോ അവിടെ. നല്ല കോടതി വല്ലതും ആണോന്നറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. അതിന് ഇവിടുത്തെ ലോക്കൽ വല്ല വിധാനസഭ പോലത്തെ വല്ലതും ആണോന്നറിയില്ല കേട്ടോ. നമ്മുടെ ഈ നാട്ടിൽ മറ്റേ മിനി കളക്ടറേറ്റുകളുണ്ടല്ലോ, അതുപോലത്തെ ആണോന്നറിയില്ല. ഇവിടെ കാണുന്നതാണ് ഹാസൻ ബസ് സ്റ്റാൻഡ്. ആ കാണുന്ന നീല സ്ട്രക്ചർ ഹാസൻ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ ഹാസൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. ഹാസൻ ഒരു ജംഗ്ഷനാണെന്നറിയാലോ. അപ്പോൾ ഹാസൻ ജംഗ്ഷനിൽ നമ്മുടെ സക്ലേഷ്പൂരിൽ നിന്ന് മാംഗ്ലൂർക്ക് പോകുന്ന ലൈനും നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്യും.
അവിടെ 2 ലൈനുകൾ കാണാൻ പറ്റും. അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ലൈൻ നമ്മൾ നേരത്തെ കണ്ട സൈഡിങ്ങിൽ നിന്ന് വരുന്ന ലൈനാണ്. മറ്റേ ലൈന്, അതായത് ഇപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്ന എക്സ്ട്രീം റൈറ്റിലുള്ള ലൈന് സക്ലേഷ്പൂരിലേക്ക് പോകുന്ന ലൈനാണ്. ആളൂർ വഴി സക്ലേഷ്പൂർ പോകുന്ന ലൈനാണ്. നമ്മൾ ഈ സക്ലേഷ്പൂർ ലൈൻ വഴി നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മളങ്ങനെ ഹാസൻ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. എക്സ്ട്രീം ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ പോകുന്നത്. ഒരു സാൻഡ് ബിൽറ്റ് DETC കിടക്കുന്നു ഇവിടെ. വിചാരിച്ചോളത്തിന് ഇപ്പുറത്തൊരു ട്വിൻ WDG 4G ഹോൾഡ് ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. ഇത് മിക്കവാറും ഇപ്പോൾ ചുരം ഇറങ്ങാനുള്ള വണ്ടിയായിരിക്കും. BOX ബ്രേക്കാണ്. WDG 4 12062 ആണ് ലീഡിങ് പുപ്പള്ളി ഷെഡിൻ്റെ. ടു 124 ആണ് ട്രെയിലിങ്. ലെഫ്റ്റോട്ട് പോട്ടനി. സ്റ്റേഷൻ ഇനി അപ്പുറത്താണ്. സ്റ്റേഷൻ പ്രോപ്പറായിട്ടൊരു നെയിം ബോർഡില്ല, കണ്ടോ? ഇത് ഭയങ്കര വിരോധമായി. സ്റ്റേഷനിലൊക്കെ മര്യാദയ്ക്ക് പേര് ബോർഡ് വെച്ചെന്താ കുഴപ്പം? നമ്മൾ ലാസ്റ്റ് ടൈം ഹാസൻ വരുമ്പോൾ ഈ റൂഫിൻ്റെ ഒക്കെ വർക്ക് നടക്കുമായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഹാസൻ വന്നത് കഴിഞ്ഞ വർഷം 2024 25 നമ്മൾ വന്നിട്ടില്ല. 2024 നമ്മൾ വിസ്താഡോം യാത്ര ചെയ്തായിരുന്നു. നമ്മൾ ആ ട്രെയിൻ അല്പം മുമ്പിൽ ഒരു പാസ് ചെയ്തു. നമ്മളതിനെ ക്രോസ് ചെയ്താൽ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്തില്ല. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഹാസൻ സ്റ്റേഷൻ. സമയം 10:44. നമ്മൾ ഏകദേശം 20 മിനിറ്റിന് മേലെ ലേറ്റാണ്. എനിക്ക് 26 മിനിറ്റോളം ലേറ്റാണെന്ന് തോന്നുന്നു. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. വളരെ പെട്ടെന്ന് ഹാസനിൽ നിന്ന് പുറപ്പെട്ടു. ഞാനൊരു കാപ്പി മേടിക്കാൻ പോയി. കാപ്പി മേടിച്ച് തിരിച്ച് നടന്നു വരുമ്പോൾ തന്നെ സ്റ്റാർട്ടായിരിക്കുന്നുണ്ട്. കാപ്പി മേടിച്ച കാപ്പിയുടെ കണ്ടെയ്നർ ആണെങ്കിൽ ഓട്ടയം. അപ്പോൾ അങ്ങനെ ഹാസൻ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. വളരെ പെട്ടെന്ന് എടുത്തോളൂ. ഒരു കഷ്ടിച്ച് 2 മിനിറ്റ് നിർത്തി കാണുള്ളൂ. നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുന്നു. ദൂരെ നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടർ കാണാം, പച്ചയാണ്. ഒരു സോലാപൂർ ഹാസൻ എക്സ്പ്രസ് വരാനുണ്ട്. അത് ഇതുവരെ എത്തിയിട്ടില്ല. അതിന് ചിലപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യും. അപ്പോൾ അതായിരുന്നു ഹാസൻ റെയിൽവേ സ്റ്റേഷൻ, ഹാസൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഹാസൻ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത് ഇപ്പുറത്തായിട്ടാണ് ബാംഗ്ലൂരിലേക്കുള്ള റെയിൽവേ ലൈന്. ഇതിലാണ് നമ്മൾ മറ്റവനെ ക്രോസ് ചെയ്യുന്ന. പക്ഷേ മറ്റവൻ ഇതുവരെ എത്തിയിട്ടില്ല. മറ്റവനെ ഞാൻ ഉദ്ദേശിക്കുന്നത് സോലാപൂർ ഹാസൻ എക്സ്പ്രസ് ആണ്. ഒരു 10:45 ഇവിടെ എത്തേണ്ടതായിരുന്നു. അത് ഇവിടെ കല്യാൺ ഷെഡിൻ്റെ ഒരു WDG 4D കിടപ്പുണ്ട്, 70430. തൊട്ടപ്പുറത്തായിട്ട് കൃഷ്ണരാജപുരത്തിന് 12148 കിടക്കുന്നു. മറ്റേ വണ്ടി നമ്മളിവിടെ വെച്ച് കാണുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. എന്തായാലും ആ പ്രതീക്ഷ അസ്ഥാനത്തെ പോയി. ലേറ്റാന്ന് തോന്നുന്നു.
എന്നാലും ഹാസൻ സ്റ്റേഷനിൽ അതിന് എത്തിയിട്ടില്ല, സ്റ്റേഷനിലെ വണ്ടി കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഹാസൻ അരസിക്കര ലൈനിലോട്ട് കയറി. നമ്മൾ ഏകദേശം 11 മണി കഴിയുമ്പോഴേക്കും അരസിക്കര എത്തണം. അരസിക്കരയിൽ ഫുഡും എല്ലാം കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെക്കാം ലഞ്ചിനുള്ളത്. കാരണം അതല്ലാണ്ട് ഇനിയിപ്പോൾ പിന്നെയുള്ള സ്റ്റേഷൻ ബിരൂറാണ്. ബിരൂർ ബേസ് കിച്ചൺ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ചിക്ജാജൂറാണ്. ചിക്ജാജൂരിൽ എൻ്റെ അറിവിൽ ഫുഡ് കിട്ടും, എൻ്റെ ഓർമ്മയിൽ. എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ അരസിക്കരയിൽ എന്തെങ്കിലും കിട്ടി നമുക്ക് മേടിച്ച് വെക്കാം. ഹാസന വിട്ട് അരസിക്കര ലൈനോട് കയറിയപ്പോൾ പോലെ ഇങ്ങനെ ഡ്രൈ ആണ്. ഡ്രൈനെസ്സൊക്കെ കാണാൻ കിടക്കുന്നുള്ളൂ. കാര്യം നമ്മളിത് കഴിഞ്ഞ ചിത്രദുർഗ ലൈനിലൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ അന്യായ ഡ്രൈ ആണ്. അതുകൊണ്ട് ഇതിനൊന്നും ഡ്രൈന്ന് വിളിക്കാൻ പറ്റില്ല. ചിത്രദുർഗ ലൈൻ എന്നൊക്കെ പറയുന്നത് ചിത്രദുർഗ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നത് മൈൻ ബെൽറ്റ് കൂടെയാണ്, അയണോർ ബെൽറ്റിൽ കൂടെയാണ്. അങ്ങനെ ബെല്ലാരി ചെന്ന് കയറുന്നിടം വരെ ഫുള്ള് ഡ്രൈ ആയിരിക്കും. നല്ല ചൂട് എക്സ്പെക്റ്റഡ് ആണ്, കാരണം സമ്മറാണ്. സമ്മർ തുടങ്ങുന്നു. കോരവങ്കല ചെറിയ സ്റ്റേഷൻ, എനിക്കൊന്ന് ക്രോസിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഷനാണ് തോന്നുന്നത്. പക്ഷെ രണ്ട് സൈഡിലും ലൂപ്പൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് എനിക്കൊന്ന് നെൽകൃഷി വളരെ കുറവാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഈ കരിമ്പ് പോലത്തെ സാധനമാണ് കൃഷി. അതുകൊണ്ട് ഞാൻ ഇത്ര നേരത്തെ നെൽകൃഷി ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ഇവിടെയൊക്കെ ട്രാക്കിൻ്റെ സ്ട്രെങ്തനിങ് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ 110 kmph 130 kmph ഉള്ള കാർപ്പുവരി സ്പീഡ്. എനിക്ക് ഈ പോകേണ്ട 100 kmph പോലെ ഉണ്ട്. കുറേ നേരിട്ട് ഇതേ കാഴ്ചകളാട്ടോ കാണുന്നു, ഒരു വ്യത്യാസവും ഇല്ല. തെങ്ങുണ്ട്, അതിനിടയ്ക്ക് ഇതുണ്ട്. ഇത് ചോളമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, എന്തോ ഒരു മില്ലറ്റാണ്. പിന്നെ അത്രേ ഉള്ളൂ. അങ്ങനെ മാറി മാറിയുണ്ട്. ഈ ചോളം ഉണ്ട്, പിന്നെ തെങ്ങുണ്ട്. ചോളമുണ്ട്, തെങ്ങുണ്ട്, വേറൊന്നും കാണാനില്ല കുറേ നേരമായിട്ട്. നമുക്ക് ഒരു ട്രെയിനിനെ ക്രോസ് ചെയ്യാനുണ്ട്. നമുക്ക് താൾഗുപ്പ, മൈസൂർ, കുവെമ്പു എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാനുണ്ട്. പക്ഷേ കുറച്ച് നേരത്ത് നോക്കുമ്പോൾ അത് അരസിക്കര എത്തുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചിലപ്പോൾ അരസിക്കര വെച്ചാണ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അരസിക്കര തന്നെ ഇട്ടാൽ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അറിയില്ല. അതിന് മുമ്പ് നമ്മൾ പിടിച്ചിടുന്നു. കാരണം നമ്മളൊരു സ്പെഷ്യൽ ട്രെയിനാണല്ലോ. ഇതൊരു സ്പെഷ്യൽ ട്രെയിൻ ആണെന്നുണ്ടെങ്കിലും ഇത് ഒരുപാട് കാലമായിട്ട് ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ റെഗുലർ വണ്ടി പോലെ തന്നെയാണ്. കാര്യം നമ്മുടെ ദുരന്തോ എക്സ്പ്രസ് വീഡിയോ, നമ്മുടെ ഹസരത്ത് നിസാമുദ്ദീൻ എറണാകുളം ദുരന്തോ എക്സ്പ്രസ് എൻഡ് ടു എൻഡ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ഈ മൈസൂർ അജ്മീർ സ്പെഷ്യലിനെ നമ്മൾ വസൈ റോഡ് വെച്ച് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ വണ്ടിയാണ്. അന്നത് LHB ആയിരുന്നു, ഇന്നിപ്പോൾ IC ഫ്രൈറ്റ് കാണും. ഇല്ലാത്ത ലൈനുകളിൽ നിന്ന് ഒരു ലൈനും കൂടി കുറയുകയാണ്. ചിക്ജാജൂർ, ചിത്രദുർഗ, റായ്ദുർഗ്, ബെല്ലാരി, ആ ലൈൻ നമ്മൾ ഇതിനു മുമ്പ് കവർ ചെയ്തിട്ടുള്ളതാണ്. എന്നാന്ന് വെച്ചാൽ 2023 ഡിസംബറിലാണ് നമ്മൾ യാത്ര ചെയ്തത്. 2024 ജനുവരിയിലായിരിക്കും വീഡിയോ വന്നിട്ടുണ്ടാവുക. പക്ഷേ ആ വീഡിയോന് വലിയ ട്രാക്ഷൻ ഒന്നും കിട്ടിയൊരു വീഡിയോ ആയിരുന്നില്ലത്. അതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള റൂട്ടാണ്. റോക്കി മൗണ്ടൻസും നല്ല ചുവന്ന മണ്ണൊക്കെ ഉള്ളൊരു അടിപൊളി റൂട്ടാണ് ആ റൂട്ട്. നമുക്കിന്ന് ആ റൂട്ട് ഒന്നും കൂടി കവർ ചെയ്യാം. ഇവിടെ നമ്മളൊക്കെ അതൊരു ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. തുഗ്ലക്കാബാദ് ഷെഡിൻ്റെ 31212 31207 BC തന്നെയാണ്. ഈ റൂട്ടിലിങ്ങനെ ചാറ പറയാട്ടോ വളവുകൾ. ഇത് പഴയ മീറ്റർ ഗേജ് അലൈൻമെൻറ്റ് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത ട്രാക്ക് പോകുന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ വളവുകളാണ്. വളവുകളും കയറ്റമിറക്കമാണ്. ഹില്ലിയാണ് ഈ ടെറൈൻ മൊത്തത്തിൽ. ഇതൊരു ഹോർസ് ഷൂ ഷേപ്ഡ് കർവ് അതുകൊണ്ടാണ് വളഞ്ഞ് കിടക്കുന്നുണ്ട്.
23 കോച്ചുള്ള റേക്കാട്ടോ. 23 കോച്ചുണ്ട്. നമ്മൾ 10ാമത്തെ കോച്ചാണ്. ഇടയ്ക്ക് ഒരു ചുമന്ന പൂവുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് ഇതിനിടയ്ക്ക് ഇങ്ങനെ ഫുള്ള് പൂത്ത് നിൽക്കുന്ന കാണാൻ. സ്റ്റേബിൾഡ് ഫ്രൈറ്ററാണ്. ഇന്ന് ശരിക്കും നിങ്ങൾ കാണേണ്ടിയിരുന്നത് ഈ യാത്രയല്ലായിരുന്നു കേട്ടോ. ഇന്ന് ശരിക്കും നിങ്ങൾ കാണേണ്ടിയിരുന്ന ഒരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു. ആ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയായിരുന്നു ശരിക്കും കാണേണ്ടിയിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റാണ്ട് വന്നതുകൊണ്ട്, ഓഫീസിൽ കുറച്ച് അർജൻറ്റ് എന്താ പറയുക, കുറച്ച് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തതിൻ്റെ സങ്കടത്തിൽ അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത ആഴ്ച, ശരിക്കും കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞാൻ ആ ട്രിപ്പ് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഈ ആഴ്ച ഞാൻ ഒരു ലോക്കൽ ട്രിപ്പ് എന്നോണം ഈ ട്രിപ്പും കൊണ്ട് ഇറങ്ങിയതാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ചെറുതായിട്ട് നമ്മുടെ വീഡിയോ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കാര്യം എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ഞാൻ കുറച്ച് ഡിസിസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ കൊണ്ട് നടന്നുകൊണ്ട് എൻ്റെ കരിയറിൽ ഞാൻ വളരെ സ്ലോ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ അതും ഒന്ന് നോക്കണം. ഗുണ്ടക്കൽ കാജിപ്പേട്ട് ഷെഡിന് 28706 ആയിരുന്നു. ഹബ്ബൻഘട്ട എന്ന് പറഞ്ഞ സ്റ്റേഷനായിരുന്നു. ഇവിടെ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ മലയും റോക്കി ആയിട്ടുള്ളൊരു പ്രദേശമുണ്ട്. കണ്ടോ, ദൂരെ വിൻമില്ലുകൾ കാണാൻ പറ്റണം. ക്യാമറകൾ ശരിക്കും പതിയുന്നുണ്ടോ എനിക്കറിയില്ല, എനിക്ക് കാണാൻ വളരെ ദൂരെയാണിത്. ഇവിടെ അക്വഡക്റ്റൊക്കെ ഉണ്ട്. വളരെ ഹില്ലി ആയിട്ടുള്ളൊരു പ്രദേശമാണത്. അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്കാണ്, കാരണം സ്പീഡ് റെസ്ട്രിക്ഷൻ ആണ് 20 km/h. എന്താ പണിയെന്ന് അറിയില്ല, എക്സാക്ട്ലി എന്താ പണിയെന്ന് അറിയില്ല. നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്തായാലും. ഇപ്പുറത്തെ സൈഡിലും ഹില്ലി ആയിട്ടുള്ളൊരു പ്രദേശമാണ്. ഹബ്ബൻഘട്ട കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷൻ അരസിക്കര കേട്ടോ. നമുക്കൊരു 10 കിലോമീറ്ററോളം അരസിക്കരയിലേക്ക്. അപ്പുറത്തെ സൈഡിൽ അതിഭീകര വെയിൽ കാരണം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിൽക്കും. ഇങ്ങോട്ട് കുറച്ച് വാഴയൊക്കെ കണ്ടു തുടങ്ങി. ഇത്ര നേരം വാഴ കൃഷിയാണ് ഇവിടെ കണ്ടില്ലായിരുന്നു. ഇവിടെ വാഴ കൃഷി കണ്ടു തുടങ്ങി. അങ്ങോട്ടൊക്കെ വാഴയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മുടെ വീഡിയോ പ്രൊഡക്ഷൻ ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഉറപ്പിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ചധികം എക്സൈറ്റിംഗ് ട്രിപ്സ് ഉണ്ട്. മാർച്ചിലൊരു ഗുജറാത്ത് ട്രിപ്പുണ്ട്. അതുപോലെ ഏപ്രിലിൽ നമ്മളൊന്ന് നോർത്തിലേക്ക് പോകുന്നുണ്ട്. നോർത്തിലേക്ക് അതൊരു ഒഫീഷ്യൽ ട്രിപ്പാണ്, ഒരു കോൺഫറൻസിന് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ട്രിപ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട്, അതായത് ഏപ്രിൽ 2nd വീക്ക് ഓൺവേർഡ്സ് അങ്ങോട്ട് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. ഈ റൈറ്റ് സൈഡിലുള്ളതാണെന്ന് തോന്നുന്നു അരസിക്കേര. കേര എന്ന് പറഞ്ഞാൽ ലേക്ക് അല്ലെങ്കിൽ ടാങ്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു അരസിക്കേര. അത്യാവശ്യം വലിയൊരു വാട്ടർ ബോഡിയാണ്, കുറേ ദൂരത്തേക്ക് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അരസിക്കര സ്റ്റേഷനോട് കാണാൻ പോകണം. ബാംഗ്ലൂർ എന്നുള്ള ലൈൻ അല്പസമയത്തിനുള്ളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ബാംഗ്ലൂർ തുംകൂർ എന്നൊക്കെ പറഞ്ഞ ലൈന് അല്പസമയത്തിനുള്ളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ കാണുന്ന ഡബിൾ ലൈനാണ്, ആ കാണുന്ന ഡബിൾ ലൈനാണ് ബാംഗ്ലൂർ തുംകൂർ സൈഡിൽ നിന്ന് വരുന്നത്. നമ്മൾ ആ ലൈൻ വഴി നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ലൈൻ വഴി നമ്മൾ 1-2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുവഴി
അതുവഴി ഇപ്പോൾ വണ്ടി ഒന്നും എക്സ്പെക്റ്റഡ് അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂർ ഹുബള്ളി മെയിൻ ലൈനിലേക്ക് വന്ന് ജോയിൻ ചെയ്യുകയാണ്. നമ്മൾ മൈസൂരിൽ നിന്ന് വന്ന് ബാംഗ്ലൂർ ഹുബള്ളി മെയിൻ ലൈനിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. നമ്മൾ ഈ ലൈൻ വഴി ചിക്ജാജൂർ വരെ പോയിട്ട് അവിടെ നമ്മൾ വീണ്ടും തിരിഞ്ഞ് നമ്മൾ ടുവേർഡ്സ് ബെല്ലാരി പോകും. നമ്മളങ്ങനെ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കാൻ പോകുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും മേടിച്ച് വെക്കണം കേട്ടോ ഫുഡിന്. ആ കിടക്കുന്ന സാധനങ്ങൾ രണ്ടും പഴയ കോച്ചുകൾ ചെരിച്ചിട്ടിരിക്കുന്ന കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു AC കോച്ചാണ്. പഴയ AC യൂണിറ്റ് ഉണ്ടായിരുന്ന ക്യാവിറ്റി കാണാം. റൈറ്റ് സൈഡിലുള്ള ഒരു പഴയ non-AC കോച്ചാണ്. ഇതെനിക്കൊന്ന് സ്ക്രാപ്പേഴ്സിൻ്റെ സൗകര്യത്തിന് പൊളിച്ചിട്ടിരിക്കുന്നത് ചെരിച്ചിട്ടിരിക്കുന്നതാണ്. ഗോൾഡൻ റോക്കിന് ട്വിൻ WDG4 ആണ്. ഇതാണ് കോച്ച് കെയർ സെൻറ്റർ അൽസിക്കര. ഒരു പിറ്റ് ലൈൻ ഉണ്ട് ഇവിടെ, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ പാസഞ്ചർ ട്രെയിനുകളാണ്. എക്സ്പ്രസ് ട്രെയിനുകൾ എൻ്റെ അറിവിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവിടെ കൃഷ്ണരാജപുരത്തിന് 30622 കിടക്കുന്നുണ്ട്. ഏതാ വണ്ടിയെന്ന് അറിയില്ല കേട്ടോ. അൽസിക്കര മൈസൂരു. അപ്പം നമ്മളങ്ങനെ അരസിക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. അരസിക്കരയുടെ മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ പൊളിച്ചു. അവിടെ റീകൺസ്ട്രക്ഷൻ നടക്കുക, റീഡെവലപ്മെൻറ്റ് നടക്കുകയാണ്. ഇവിടുത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം സ്ട്രക്ചർ ഉണ്ടായിരുന്നൊക്കെ പൊളിച്ചു കളഞ്ഞു. അതെല്ലാം കഴിക്കാനുള്ളത് കിട്ടുമോ? അവിടെ എന്തൊക്കെയോ ഉണ്ട് ഫുഡ്. പക്ഷെ എന്തായാലും ഫുഡ് വല്ലതും മേടിച്ച് വയ്ക്കാം. ഫുഡ് വല്ലതും മേടിച്ച് വെച്ചാൽ സമാധാനമുണ്ട്. ഇവിടെ പണ്ടത്തെ കോൺക്രീറ്റ് ചെയ്ത പ്ലാറ്റ്ഫോം ആയിരുന്നു, അത് പൊളിച്ചു കളഞ്ഞു. അങ്ങനെ അരസിക്കരന്ന് പുറപ്പെടും. ഫുഡ് മേടിക്കാം. നനയെ തുടങ്ങിയിട്ടില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ക്രൂ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ ഏതോ ഒരു വണ്ടി ആ സൈഡിൽ കാണാനുണ്ട്. ഒരു യശ്വന്ത്പൂർ ശിവമൊഗ്ഗ ഇൻ്റർസിറ്റി വരാനുണ്ടായിരുന്നു. അതാണോന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ഡോർ ഓക്യുപ്പൈഡ് ആണ്. റൈറ്റ് സൈഡിൽ തന്നെ കാണിച്ചേക്കാം. ഇതൊരു DHTC ആണ്. ഡീസൽ ഹൈഡ്രോളിക് ടവർ കാർ. ഇതൊക്കെ DETCകളാണ്. ആദ്യം കണ്ട DHTC ബെമൽ ബിൽറ്റ് ആയിരുന്നു. ഇത് രണ്ടും ICF ബിൽറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നമ്മൾ അരസിക്കരയിൽ നിന്ന് പുറപ്പെട്ടു. ഈ പ്രദേശത്ത് ഇങ്ങനത്തെ വെള്ളക്കെട്ട് പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്. അത്യാവശ്യം ഫ്രൈറ്റുള്ള സെക്ഷനാണിത്. പിന്നെ ഫ്രൈറ്റൊന്നും കാണാനില്ല. ഈ സ്ട്രെച്ചിൻ്റെ കാഴ്ചകൾ ഏകദേശം ഇതുപോലെ കേട്ടോ. മുഴുവൻ ദൂരം
ഇവിടെ ഈ സ്ട്രെച്ചിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ തെങ്ങും അതുപോലെ കവുങ്ങും കൃഷി കാണാൻ പറ്റും. പിന്നെ മലകളുണ്ട്. കുറച്ചും കൂടി കഴിയുമ്പോൾ തെങ്ങുമായിട്ട് കൂടുതലും കവുങ്ങ് എന്ന് പറയുന്നത് അടയ്ക്ക, കൂടുതലും അടയ്ക്കാവും. ഇപ്പോൾ ഇവിടെയൊക്കെ കാണാം, ഇവിടെ തെങ്ങും അടയ്ക്കയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മെജോറിറ്റി അടയ്ക്കാവും. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ച സിഗ്നൽ കണ്ടു. ഇത് മിക്കവാറും നമ്മുടെ കുവെംപു എക്സ്പ്രസ് ആയിരിക്കും. അതായത് തളകുപ്പ മൈസൂർ കുവെംപു എക്സ്പ്രസ് അണ്ടർസർവ് ട്രെയിനാണ്. ആ വരുന്നതാണ് കുവെംപു എക്സ്പ്രസ്. വാപ്പ് 7 39 276 ആയിരുന്നു ലോക്കോ. ഇവിടെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ എല്ലാ ട്രെയിനിനും വാപ്പ് 7 ആണ് കിട്ടുക. കാര്യം സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എടുത്ത് പാസഞ്ചർ ലോക്കോമോട്ടീവ് വാപ്പ് 7 മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് വാഗ് 9 ആണ് അവരുടെ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എടുത്ത് 3 ഫേസ് ലോക്കോസ് മാത്രമേ ഉള്ളൂ, വാപ്പ് 7 വാഗ് 9. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇവർക്ക് കിട്ടുന്ന എല്ലാ വണ്ടികൾക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും ലോക്കോ ലിങ്ക്സ്. സിഗരറ്റ് മേടിച്ച് ഇഡ്ഡലി മടയും തട്ടയിഡലി തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് എന്തെന്ന് തുറന്നു നോക്കട്ടെ. അതിൻ്റെ കൂടെ വന്ന് നല്ലോണം വെള്ളമായിട്ടുള്ളൊരു ചട്നിയാണ്. ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നല്ല ഞാൻ പറയാം. ഈ സാധാരണ അരച്ചകരുടെ ഇഡ്ഡലി നല്ല അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയാണോ അപ്പോൾ നമ്മളങ്ങനെ കടൂർ സ്റ്റേഷനിലേക്ക് എത്താണ്. കടൂർ നമുക്ക് ഹോൾട്ടില്ല, കടൂർ അണ്ടറാണ്. കടൂർ വെച്ചാണ് ചിക്മംഗ്ളൂർ ലൈൻ ഒന്ന് ജോയിൻ ചെയ്യുന്നത്. ചിക്മംഗ്ളൂർ ലൈൻ ഇവിടെ കാണാം. നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ലൈനാണിത്, ചിക്മംഗ്ളൂർ കടൂർ ലൈന്. ഇതാണ് ചിക്മംഗ്ളൂർ ലൈൻ. ഇത് കടൂർ സ്റ്റേഷനിലാണ് വന്ന് കയറുന്നത്. കടൂർ നമുക്ക് ഹോൾട്ടില്ല. കടൂർ കഴിഞ്ഞിട്ട് ബിരൂർ സ്റ്റേഷൻ നമുക്ക് ഹോൾട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ബാർമേഡ് യശ്വന്ത്പൂർ AC എക്സ്പ്രസ് ക്രോസ് ചെയ്ത് പോയി. അതൊരു ഡീസൽ ലോക്കോ കൂടിയായിരുന്നു. ക്രോസിങ് മിസ്സായതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ. അങ്ങനെ കടൂർ സ്റ്റേഷൻ, കടൂർ ജംഗ്ഷൻ. ഇനി അടുത്ത സ്റ്റേഷനാണ് ബിരൂർ. ഇവിടുന്ന് കഷ്ടിച്ച് എനിക്കൊന്ന് 10 കിലോമീറ്റർ ആയിട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ പുറകെ വിശ്വമാനവ എക്സ്പ്രസ് വരാനുണ്ട്. പിന്നെ അതുപോലെ യശ്വന്ത്പൂർ ഷിമോഗ ഇൻ്റർസിറ്റി വരാനുണ്ട്. അതിനൊക്കെയുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബിരൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ റൂട്ടിലെ സ്റ്റേഷനുകളുടെ പേരും കോഡും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കടൂർ ജംഗ്ഷൻ KADUR, കടൂർ ജംഗ്ഷൻ്റെ കോഡ് DRU എന്നാണ്. ബിരൂർ ജംഗ്ഷൻ BIRUR ആണ് ബിരൂർ. ബിരൂർ ജംഗ്ഷൻ്റെ കോഡ് RRB എന്നാണ്. അതുപോലെ അടുത്ത സ്റ്റേഷനായ ചിക്ജാജൂർ, നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ചിക്ജാജൂറാണ്. ചിക്ജാജൂറിൻ്റെ കോഡ് JRU എന്നാണ്. അപ്പോൾ സ്റ്റേഷൻ്റെ പേരും കോഡുമായിട്ട് എന്താ പറയുന്നത്, വലിയ സാമ്യതൊന്നും ഇല്ലാത്ത ടൈപ്പ് കോഡുകളാണ് ഇവിടെ ഉള്ളത്. RRB എഴുതിയിരിക്കുന്നല്ലേ, അതാണ് ബിരൂർ സ്റ്റേഷൻ്റെ കോഡ്. അങ്ങനെ വെറൈറ്റിയാണ് ഈ റൂട്ടിൽ ഈ സ്റ്റേഷനുകളിലെ കടൂരും ബിരൂരും അതുപോലെ ചിക്ജാജൂറിൻ്റെയും കോഡ്സ്. ഇത് കഴിഞ്ഞാൽ ഏകദേശം 100 കിലോമീറ്ററിനടുത്ത് നമുക്ക് നോൺ സ്റ്റോപ്പ് റൺ ഉണ്ട് ഇനി ചിക്ജാജൂറിലേക്ക്. നമ്മുടെ മുന്നിലിപ്പോൾ വേറെ വണ്ടികളൊന്നുമില്ല, നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് തന്നെ പോകും. മിക്കവാറും ചിക്ജാജൂർ എത്തുമ്പോഴേക്കും നമ്മൾ ടൈം മേക്കപ്പ് ചെയ്യായിരിക്കും. മിക്കവാറും ചിക്ജാജൂർ എത്തുന്നതിന് മുമ്പ് നമ്മൾ വിശ്വമാനവ എക്സ്പ്രസിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ബിരൂർ ജംഗ്ഷനിലെ ട്വിൻ WDG4 ഹൗളുടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. കൃഷ്ണരാജപുരത്തിൻ്റെ 12377 70180 ലോക്കോ. നമ്മളങ്ങനെ ബിരൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തിരക്ക് നമ്മുടെ വണ്ടിക്കുള്ളതാണോ അതോ ഇനി നമ്മുടെ പുറകെ വരുന്ന വിശ്വമാനവ അല്ലെങ്കിൽ ഷിമോഗ ഇൻ്റർസിറ്റികളാണോ അറിയാം. നമ്മുടെ മൈസൂർ ജംഗ്ഷൻ മദാർ ജംഗ്ഷൻ സ്പെഷ്യൽ ബിരൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ബിരൂർ ജംഗ്ഷനിലെ ബോർഡ് കണ്ടോ,
Birur Junction change here for Shimoga and Talguppa branch. നമുക്ക് പുറപ്പെടാൻ സ്റ്റാർട്ടർ ആയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി കൂടി വരുമായിരുന്നു. വണ്ടി കറക്റ്റ് അനങ്ങി. Birur Junction change here for Shimoga and Talguppa branch. ഷിമോഗ താൽഗുപ്പ ലൈന് ഫ്രണ്ടിൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റോട്ട് തിരിഞ്ഞു പോകും. അത് ഞാൻ കാണിച്ചു തരാം. ആ ലൈന് നമ്മളിതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആ ലൈന് നമുക്ക് പോകാൻ ബാക്കിയുണ്ട്. ഇവിടെ ഒരു മിൽക്ക് പാർലർ ഉണ്ടായിരുന്നു. ഇവിടെ എന്തെങ്കിലും തണുത്ത മേടിക്കായിരുന്നു. ശ്രദ്ധിച്ചില്ല, ആരും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിമോഗ ലൈനും നമ്മളിതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആ ലൈൻ നമുക്ക് പെൻഡിങ് ഉണ്ട്. ഇവിടെ ചിക്മഗളൂർ ലൈനും ഷിമോഗ ലൈനും പെൻഡിങ് ഉണ്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ഈ സമ്മറിൽ നമുക്കത് ചെയ്ത് തീർക്കാം. പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇവിടെ ലൂപ്പ് ലൈനിൻ്റെ കാസിപ്പേട്ടിൻ്റെ 32411 അതിൻ്റെ ഷെഡ് കൂട്ടാളിയും കിടക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലൊരു ഫ്രൈറ്റ് ഉണ്ട്. BOSM ബ്രേക്കാണ്, കാണിച്ചു തരാം. ബിരൂർ കഴിഞ്ഞു. ഇപ്പോഴത്തെ കിടക്കുന്ന BOSM കാണാം. BOSM എന്ന് പറയുന്നത് ബോക്സൺ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലാണ് അതിന്. ബിലാസ്പൂരിൻ്റെ സിംഗിൾ ലോക്കോ ആയിരുന്നു. BOSM കണ്ട ലോക്കോന് എത്ര ഹൈറ്റ് ഉണ്ട്. അത് BOSM പോലെ തന്നെ, പക്ഷേ കൂടുതൽ ഹൈറ്റ് ഉണ്ട്, കൂടുതൽ ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട് അതിന്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലൈനാണ് ഷിമോഗ ലൈന്. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് തിരിയത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ബോർഡ് കാണാം, സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ സെൻട്രൽ മൈസൂർ ADN ഷിമോഗ ടൗൺ. അതായത് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ഷിമോഗ ലൈന്. അതങ്ങനെ ലെഫ്റ്റിലോട്ട് കയറി അങ്ങ് പോകും. നമ്മൾ നേരെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ മൈസൂർ വണ്ടി, ഷിമോഗ മൈസൂർ വണ്ടി ഇനിയും 20 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്നുള്ളൂ. എത്തിയിട്ടില്ല ഇതുവരെ. അതും ലേറ്റാണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ചിക്ജാജൂരിലോട്ടൊരു ഏകദേശം ഒരു 20 കിലോമീറ്റർ നമുക്ക് ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ വിശ്വമാനവ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാറായിട്ടുണ്ട്. വിശ്വമാനവ എക്സ്പ്രസ് ഒരു എന്താ പറയുക, പാസഞ്ചർ ട്രെയിൻ പോലെ എല്ലാ സ്ഥലത്തും നിർത്തി പോകുന്നൊരു സാധാരണ എക്സ്പ്രസ് ട്രെയിനായിരുന്നു. ജനുവരി മുതൽ തന്നെ ഒരു സൂപ്പർ ഫാസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏപ്രിൽ മുതൽ തന്നെ LHB വരുന്നുണ്ട്. രാമഗിരി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. വിശ്വമാനവയ്ക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. ആ ട്രെയിൻ കാത്തു നിൽക്കുന്ന യാത്രക്കാരെ കാണാം. ഏപ്രിൽ മുതൽ ഈ ട്രെയിന് LHB വരികയാണ്. കണ്ണെടുത്താൽ എത്തുന്നിടത്തോളം ദൂരത്തോളം എന്താ പറയുന്ന കവുങ്ങും തെങ്ങും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ചിക്ജാജൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 എന്തായാലും, കാരണം പ്ലാറ്റ്ഫോം നമ്പർ 1 G7 ഹോളിൽ ട്രെയിൻ കിടക്കുന്നുണ്ട്. അത് മിക്കവാറും ഗുണ്ടക്കൽ ചിക്ജാജൂർ പാസഞ്ചർ ആയിരിക്കും. പ്ലാറ്റ്ഫോം 2 ലൈനാണെന്ന് തോന്നുന്നു. അതിലൊരു G12 ഹോൾഡ് ഫ്ലൈറ്റും കാണാനുണ്ട്.
അപ്പോൾ ആ ലൈനിലും അല്ല നമ്മൾ പ്ലാറ്റ്ഫോം 3 or 4 വല്ലതും ആയിരിക്കും. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റേഷനാണ് ഈ ചിക്ജാജൂർ എന്ന് പറയുന്നത്. ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ചിത്രദുർഗയിലേക്കുള്ള ലൈൻ, നമുക്കിനി പോകേണ്ട ലൈൻ തിരിഞ്ഞു പോകുന്നത്. ഇത് കിടക്കുന്ന അരസിക്കര ദാവണഗര മെയിൻ ലൈനിലാണ്, അതായത് ബാംഗ്ലൂർ ഹുബ്ലി മെയിൻ ലൈനിൽ. അതിൽ ഈ ദാവണഗരയിൽ നിന്നും ചിത്രദുർഗ വഴി തുംകൂറിലേക്ക് ഒരു പുതിയ ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്കിന്ന് ചിലപ്പോൾ കാണാൻ കഴിയും. നമ്മളന്ന് ലൈൻ കടന്ന് പോവുക. 1 and 2 ഒക്കെ ഓക്യുപ്പൈഡാണ്. ചിത്രദുർഗ സ്റ്റേഷൻ ചിക്ജാജൂർ സ്റ്റേഷൻ ശരിക്കും ബിസിയാണ് ഇപ്പോൾ. ചിക്ജാജൂരിൻ്റെ ഒരു അറ്റത്തേക്ക് നമ്മൾ വന്ന് കയറുന്നത്. നല്ല ചൂടായിട്ട് ഇവിടെ, നല്ല അടിപൊളി ചൂട്. രജിസ്ട്രേഷൻ്റെ കോഡ് JRU എന്നാണ്. ചിക്ജാജൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേരുന്നുണ്ടെങ്കിലും കോഡ് JRU ആണ്. ചിക്ക് എന്ന് പറഞ്ഞാൽ ചെറുതെന്നാണ് അർത്ഥം. ഇപ്പോൾ ജാജൂരു, ഇപ്പോൾ ജാജൂരു എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ചെറിയ ആർക്കറിയാം. ഇനി ഇറ്റൈമോളജി അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം. പ്ലീസ് ഡു ലീവ് എ കമൻറ്റ് ഇഫ് യു നോ ദി ഇറ്റൈമോളജി ഓഫ് ചിക്ജാജൂർ. ഒരു ലോ ലെവൽ പ്ലാറ്റ്ഫോമുള്ള പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ലോ ലെവലാണ് ഒരു പ്ലാറ്റ്ഫോം. സമയം 1:18. നമ്മൾ ചിക്ജാജൂരിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് എക്സ്ട്രീം റൈറ്റ് കട്ട് ചെയ്ത് നമ്മൾ ചിത്രദുർഗ ലൈൻ വഴി നമ്മൾ പോകണം. നമുക്ക് ക്രൂ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. പുതിയ ക്രൂ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചിക്ജാജൂരിൽ നിന്നും പുറപ്പെട്ടു. സമയം ഇപ്പോൾ 1:27, 13:27 hours. ഇങ്ങനത്തെ ഡീസലുകളുടെ ഒരു കമ്പനി ശേഖരം തന്നെയുണ്ട്. EMDയും മറ്റവനും ഒരുമിച്ച്. EMDയും Gയും ഒരുമിച്ച്. അപ്പം നമ്മളങ്ങനെ ചിക്ജാജൂർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അപ്പുറത്ത് ഗുണ്ടക്കൽ ചിക്ജാജൂർ പാസഞ്ചർ ഉണ്ടായിരുന്നു. അതിൻ്റെ ലോക്കോ കാണാൻ പറ്റിയില്ല. G7 ആണെന്ന് മാത്രം മനസ്സിലായി. ഇപ്പുറത്തെ ഹുബ്ലിയിൽ നിന്ന് വന്ന മെമു ഉണ്ടായിരുന്നു. ശരിക്കും ചിത്രദുർഗ മെമു ആണ്. പക്ഷേ ഇപ്പോൾ ചിത്രദുർഗയിൽ സർവീസ് പോകുന്നില്ല. ചിക്ജാജൂർ വരെ വരുന്നില്ല. അത് കുറേ കാലം എടുത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ മെയിൻ ലൈൻ 2 കടന്നിട്ട് മെയിൻ ലൈനെ ഫുള്ള് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയിട്ടാണ് ചിത്രദുർഗ ലൈനിലൂടെ വരാൻ. ഇവിടെ പണ്ട് ഒരുപാട് ഡീസൽ ലോക്കോസ് കിടക്കുമായിരുന്നു ഇവിടെ, സൈഡിങ്ങിലും ഒക്കെ ആയിട്ട്. കാരണം പണ്ട് ചിത്രദുർഗ ലൈൻ ഇലക്ട്രിഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ മെയിൻ ലൈനിൽ കൂടെ ഇലക്ട്രിക്കൽ വരുന്ന ട്രെയിനുകൾ ഇവിടെ അതിൻ്റെ ലോക്കോ മാറി പോകുമായിരുന്നു. ഇവിടെ എക്സ്ട്രീം റൈറ്റുള്ള ലൈനാണ് നമ്മുടെ ചിത്രദുർഗ ലൈനും. അപ്പോൾ ഇതാണ് മെയിൻ ലൈന്. നമ്മളിപ്പോൾ ജസ്റ്റ് മെയിൻ ലൈനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ചിത്രദുർഗ ലൈനിലോട്ട്. നമ്മുടെ റേക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടില്ല. കാണാൻ പറ്റും നമ്മുടെ റേക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും മെയിൻ ലൈനിൽ കൂടെ ഇങ്ങനെ കടന്നു വരുന്നേ ഉള്ളൂ. നമ്മൾ മീൻ വയൽ ചിത്രദുർഗ ലൈനിലോട്ട് കയറി. ഇവിടെ ഈ താഴെ കാണുന്ന ചുമല കളർ മൊത്തം അയണോർ ഓക്സിഡൈസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. കാര്യം ഇതൊരു അയണോർ റൂട്ടാണ്.
ഒരുപാട് അയണോ ട്രെയിനുകൾ വരുന്നുണ്ട്. അതായത് മാംഗ്ലൂർ പോർട്ടിൽ നിന്ന് വരുന്ന ട്രെയിനുകളാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് ഇവിടെ നിന്ന് മാംഗ്ലൂർ പോർട്ടോട്ട് പോകുന്നതാണോ എനിക്കറിയില്ല. ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കളറ് കാണാം, ട്രാക്കിൻ്റെ കളറ് കണ്ടോ, ട്രാക്കിൻ്റെ കളറുണ്ട്. പൊടി കണ്ടോ, ഈ പൊടി മൊത്തം അയണോർ ഡസ്റ്റാണ്. അയണോർ ഡസ്റ്റ് ഓക്സിഡൈസ് ആയിട്ട് വരുന്ന കളറാണ് ഈ ചുമല കളർ മൊത്തം കാണുന്നത്. ഈ റൂട്ട് മൊത്തം ഒരു അയണോർ റൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ പോകുന്ന സ്ട്രെച്ചിൽ മൊത്തം നമ്മൾ അയണോർ ട്രെയിനുകളും ഒക്കെ ക്രോസ് ചെയ്യാൻ ഇഷ്ടംപോലെ സാധ്യതയുണ്ട്. അതുപോലെ എന്താ പറയുക, നമ്മൾ അയണോർ ട്രെയിനുകൾ ക്രോസ് ചെയ്യുകയും ഓവർടേക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ പോയി നമ്മൾ തോരണകളിലും എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തും. തോരണകളിലും ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ഹംപി എക്സ്പ്രസ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചായിരുന്നു. തോരണകളിലും എന്ന് പറയുന്ന ജിൻഡാൽ സ്റ്റീൽ വർക്ക്സിൻ്റെ പ്ലാന്റ് ഉണ്ട് അവിടെ. ഒരു നല്ലൊരു അടിപൊളി വളവാണ്. എനിക്കൊന്ന് സ്പീഡ് റെസ്ട്രിക്ഷൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് ഈ ലൈനിൽ 1-2 ക്രോസിങ് കാണുമായിരിക്കും മിക്കവാറും. നമ്മുടെ എന്താ പറയുക, ഹോസ്പേട്ട് ബാംഗ്ലൂർ ഒരു പാസഞ്ചർ ഉണ്ട്, ഇപ്പോൾ എക്സ്പ്രസ് ആണത്. അതിനെ നമ്മൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു വാരണാസി മൈസൂർ എക്സ്പ്രസ് കാണിക്കുന്നുണ്ട്. എൻ്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കില്ല. എൻ്റെ സ്റ്റാറ്റസ് ഞാൻ വേറെ ട്രെയിനിൽ നോക്കട്ടെ. ഈ റൂട്ട് പൊതുവേ ഡ്രൈ ആയിട്ടുള്ള റൂട്ടാട്ടോ. ഈ റൂട്ടിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വിൻമില്ലുകൾ കാണും. മലകളും റോക്കി ആയിട്ട് ടെറൈനാണ് മൊത്തം ദൂരം. നമ്മൾ ബെല്ലാരി എത്തുന്ന വരെ റോക്കി ടെറൈനാണ്. വലുതായിട്ട് പച്ചപ്പൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. ഇങ്ങനത്തെ ഈ പച്ചപ്പൊക്കെ അല്ലാണ്ട്, അതായത് നമ്മുടെ അടയ്ക്ക കൃഷി, തെങ്ങ് അങ്ങനത്തെയൊക്കെ അല്ലാണ്ട് വലിയ കൃഷികളും പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല. ഇതെന്തോ ഒരു ഇൻഡസ്ട്രിയൽ സൈഡിങ് കേട്ടോ. JSW മിനറൽ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് എന്ന് എഴുതിയ വാഗൺസാണ് മുഴുവൻ. ഇതെന്തോ ഫാക്ടറിയിലോട്ട് അങ്ങോട്ട് പോകുന്ന സൈഡിങ്ങാണ്. മൊത്തം JSWയുടെ സ്വന്തം വാഗൺസാണ്. പ്രൈവറ്റ് സൈഡിങ് ആണെന്ന് തോന്നുന്നു. ഇലക്ട്രിഫൈഡ് ആണ്. പക്ഷേ സഡനായിട്ട് അങ്ങ് തുടങ്ങുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വാരണാസി മൈസൂർ എക്സ്പ്രസ് നമ്മളെ കാലത്ത് ഈ ട്രാക്കിൽ അമൃതപുര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കിടക്കുന്നതായിട്ടാണ് ഇത് കാണുന്നത്. അവിടെ ഏതോ ഒരു വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ഇതൊരു ഹെവി ഫ്രൈറ്റ് റൂട്ടാണ്. നല്ലോണം ഫ്രൈറ്റ് പോകുന്ന റൂട്ടാണ്. സിംഗിൾ ലൈനാണ് ഇപ്പോൾ. ഇതിൻ്റെ ഡബിളിങ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ കിടക്കുന്നു. അവൻ മെയിൻ ലൈനിൽ കത്ത് കിടക്കണ്ടായിരുന്നു നമ്മുടെ. ഇവിടെ ആദ്യം പുണെ ഷെട്ടിൻ്റെ WDG4 12886 ട്വിൻസാണ്. ഹോളിലൊരു ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. ഇത് ഡെഡാണ്. ഇത് BOXNS റേക്കാണ്. ഇപ്പോൾ ഇത് ലാലാഗുഡിയുടെ 30560 കിടക്കുന്നു. റാപ്പ് 7 ഇതാണ് വാരണാസി ജംഗ്ഷൻ, മൈസൂർ ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ്. ഇതാണ് അമൃതപുര സ്റ്റേഷൻ.
നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി ക്രോസിങ് കഴിഞ്ഞിട്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട് ഇനി ചിത്രദുർഗയിലേക്ക്. ഹളിയൂർ ഇവിടെ ലൈനുള്ള എർത്ത് വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് ദാവൺകരയിൽ നിന്ന് വരാൻ പോകുന്ന ലൈൻ. അവിടെ റോക്ക് കട്ടിങ് വഴിയൊക്കെ വരുന്നത്. ഈ വരുന്ന ലൈൻ കണ്ടോ, ഈ എർത്ത് വർക്ക് കണ്ടില്ലേ, ഇത് ദാവൺകരയിൽ നിന്ന് വരുന്ന ലൈനാണ്. ദാവൺകര തുംകൂർ റെയിൽവേ ലൈൻ പ്രോജക്റ്റിൻ്റെ പാർട്ടാണത്. ആ ഒരു റെയിൽവേ ലൈൻ വന്നു കഴിഞ്ഞാൽ ദാവൺകരയിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ദൂരം ഒരുപാട് കുറയും. അതുപോലെ ചിത്രദുർഗ മെയിൻ ലൈനിലാവുകയും ചെയ്യും. കാര്യം ഇപ്പോൾ ചിത്രദുർഗ ഈ ബ്രാഞ്ച് ലൈൻ കിടക്കുന്നുണ്ട്. ചിത്രദുർഗയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ആവശ്യത്തിന് ട്രെയിനുകളില്ല. അപ്പോൾ ചിത്രദുർഗയിലത്തെ ആൾക്കാർ പൊതുവെ ബസ്സിനാണ് പോകുന്നത്. ബസ്സിനൊരു 4 മണിക്കൂറിന് ദൂരം, 4-5 മണിക്കൂറിന് ദൂരമുണ്ട് ബൈ റോഡ്. അപ്പോൾ അതിനൊരു അറുതി വരും ഈ റെയിൽവേ ലൈൻ വരുമ്പോൾ. ഈ ദാവൺകര ചിത്രദുർഗ തുംകൂർ അങ്ങനെയാണ് വരുന്നത്. ചിത്രദുർഗ സ്റ്റേഷനിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ചിത്രദുർഗയിലേക്ക് എത്തുകയാണ്. ചിത്രദുർഗ എന്ന് പറഞ്ഞാൽ കോട്ടയാണ്. ഇവിടെ ഒരു കോട്ടയുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വരെ വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇലക്ട്രിക് ബസ്സിനാണ് തിരിച്ചു പോയിരുന്നു ബാംഗ്ലൂർക്ക്. നമ്മൾ കഴിഞ്ഞ വർഷം വരുമ്പോൾ നമ്മുടെ ട്രെയിനിന് ഇലക്ട്രിക് ലോക്കോ ആയിരുന്നില്ല, ഡീസൽ ലോക്കോ ആയിരുന്നു. WDP-40 ആയിരുന്നു അന്ന്. എനിക്കൊന്നു ഈ ഫുൾ റൂട്ടിന് ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ല, അന്നും ബാക്ക് 7C റൂട്ട് കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം ഓർമ്മയില്ലായിരുന്നു ഇലക്ട്രിക് ലോക്കോ എന്ന് പറയുന്ന ഡീസൽ കിട്ടാൻ. അപ്പോൾ നമ്മളങ്ങനെ ചിത്രദുർഗ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2:01. നമ്മൾ ഏകദേശം 1/2 മണിക്കൂറിനടുത്ത് ലേറ്റാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. SM ഓഫീസും അതൊക്കെ ഉള്ള പുതിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ചിത്രദുർഗയിലെത്തി. സമയം ഇപ്പോൾ 2:02. ഈ പ്ലാറ്റ്ഫോമും അപ്പുറത്തുള്ള സൈഡിങ് രണ്ട് ഹൈറ്റിലാണ്. സൈഡിങ് നല്ല പൊക്കത്തിലായിരിക്കുന്നത്, പ്ലാറ്റ്ഫോം സാധാരണ ഹൈറ്റിലും. ഇവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കേട്ടുന്നുണ്ട് അപ്പുറത്തെ കോച്ചിലോട്ട്. ഓൺബോർഡ് കാറ്ററിംഗ് ടീം കയറുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ചിത്രദുർഗയിൽ എക്സാം ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ട്രെയിനിന് വന്നിട്ടില്ല. കാരണം ഇങ്ങോട്ട് ബസ്സിന് വരുന്നതായിരുന്നു എളുപ്പം. ബാംഗ്ലൂരിൽ നിന്ന് വെറും 4-4.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ചിത്രദുർഗ എത്തുമായിരുന്നു ബസ്സിന്. 5 മണിക്കൂർ മാക്സിമം ബസ്സിന് വരാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്ഥിരം ബസ്സിന് വന്നിട്ടുള്ളൂ, ഞാൻ ട്രെയിനിന് വന്നിട്ടേ ഇല്ല. പക്ഷേ ഈ സ്റ്റേഷൻ ഞാൻ ട്രെയിനിൽ ഇവിടെ വരുമ്പോൾ ടൗണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ സ്റ്റേഷൻ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അന്ന് ഇത്രയും പോലും ഇതില്ലാത്തൊരു സ്റ്റേഷനായിരുന്നു. ഇന്നിപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ടെന്നല്ല, ഇന്നൊരു കുഞ്ഞ് സ്റ്റേഷൻ തന്നെയാണ്. അന്ന് പക്ഷേ ഇതിലും മോശം അവസ്ഥയായിരുന്നു. അതിൻ്റെ ഒരു ലോ ലെവൽ പ്ലാറ്റ്ഫോമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചിത്രദുർഗയിൽ നിന്ന് നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി. അത് ഞാൻ ഈ ടൗണിൽ പണ്ട് എക്സാം ഡ്യൂട്ടിക്കൊക്കെ വേണ്ടി വരുമ്പോൾ ഈ ലെവൽ ക്രോസ് പാസ് ചെയ്യുമ്പോൾ ആണ് ഈ സ്റ്റേഷൻ കണ്ടിട്ടുള്ളത്. ചിത്രദുർഗ തുംകൂർ സ്ട്രെച്ചിൻ്റെ കാര്യത്തിൽ വല്ല പുരോഗതി ഉണ്ടോ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കണ്ടിട്ടൊന്നും ഉള്ള പോലെ ഇല്ല. കാര്യം ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അലൈൻമെൻ്റ് ഒന്നും കണ്ടില്ല. 2027 കമ്മീഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. നാഷണൽ ഹൈവേ ആണ്. ചിത്രദുർഗം വിട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദൂരം നമ്മൾ ഓടി.
ഇതുവരെ എവിടെയും ഞാനൊരു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വർക്കൊന്നും ഞാൻ കണ്ടില്ല. അലൈൻമെൻറ്റിൻ്റെ എവിടെയും ലാൻഡ് വർക്കൊന്നും ഞാൻ കണ്ടില്ല. എനിക്കൊന്ന് ചിത്രദുർഗ തുംകൂർ സ്ട്രെച്ചിൻ്റെ വർക്ക് ഈ എൻ്റെ തുടങ്ങിയില്ല. തുംകൂർ എന്നുള്ള എൻ്റെ തുടങ്ങിയിട്ടുണ്ട്. തുംകൂർ ഉരുക്കേരെ സ്ട്രെച്ച് ഉരുക്കേരെ നിന്ന് ഇങ്ങോട്ടുള്ള വർക്കും തുടങ്ങിയെന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും തുടങ്ങിയ ലക്ഷണമല്ല. ഞാനിപ്പോൾ ഈ മലകളും കൂടെ കഴിഞ്ഞൊന്ന് നോക്കാം. ഈ മല അവോയ്ഡ് ചെയ്യുന്ന അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാൻ വേണ്ടി അപ്പുറത്തെല്ലാം പണിതിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. മലമ്പ്രദേശമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക പരന്ന പ്രദേശത്തേക്ക് എത്തി. ഇവിടെ കൃഷിയൊക്കെ ഉണ്ട്. നെൽകൃഷി പോലും കാണുന്നില്ല. ഞങ്ങൾക്ക് ചോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അടയ്ക്കുണ്ട്. നാഗ്പൂർ ഷെഡിന് 6045. ഫ്ലൈറ്റിന് ക്ലിയറൻസ് വയ്ക്കും. കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ ലൂപ്പിലോട്ട് നമ്മൾ ഫുള്ള് ലൂപ്പ് കയറിയപ്പോഴും ഫ്ലൈറ്റിന് പറഞ്ഞു വിട്ടു വരും. അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ റോക്കി മൗണ്ടൻ പ്രദേശത്തേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ പതുക്കെ പാറക്കല്ലുകൾ കാണാം. ആ ലൂപ്പിലേക്ക് വിട്ടിരിക്കുകയാണ്. ക്രോസിംഗ് ആണ്. ക്രോസിംഗ് അല്ല, ഓവർടേക്കാണ്. ഓവർടേക്കാണ്. BOB SNS എന്ന് പറഞ്ഞൊരു വാഗണാണ്. ഓവർടേക്ക് അല്ല കേട്ടോ, നമ്മൾ നിന്ന് അപ്പുറത്തെ സൈഡിൽ യാത്രക്കാർ നിൽക്കണ്ട. മൊക്കാൽമൂരു എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഇത്. BOB SNS എന്ന് പറഞ്ഞ ടൈപ്പ് വാഗണാണിത്. അയൺ ഓറ്, കോപ്പർ ഓറ്, സിങ്ക് ഓറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഡിസൈൻ ചെയ്യിക്കുന്ന ആണിത്. ഈ സാധനം എന്താ പറയുക, സൈഡ് ഈ സൈഡിലത്തെ ഓപ്പണിങ്സ് അല്ലേ, ഇത് ഓപ്പണിങ്സ് ആണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. പിന്നെ മുകളിലൊരു ലോക്ക് പോലൊരു സാധനമുണ്ട്. ലോക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഓപ്പൺ ആവും. അപ്പോൾ സൈഡിലോട്ട് ടിപ്പ് ചെയ്യാനുള്ള ഭാഗത്താണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാത്തു നിർത്തിയതൊരു ക്രോസിങ്ങിന് വേണ്ടിയായിരുന്നു. ആ ക്രോസിങ് വണ്ടി ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നുണ്ട്. ഒരു WDP4 ആണെന്ന് തോന്നുന്നു ഹൗളേജ്. ഇപ്പോഴത്തെ ഈ BOB SNS വാഗൺസിൽ അയണോറാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പൊടി പോലെ കാണുന്ന സാധനമാണ് അയണോർ എന്ന് പറയുന്നത്. ഇത് അയണോറാന്ന് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ സൈഡിൽ മാർക്കിങ്സ് ഉണ്ട്. ആ മാർക്കിംഗ് പ്രകാരം അയണോർ ഇത്രയും ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുവഴി ഇപ്പോൾ മറ്റേ പാസഞ്ചർ ട്രെയിൻ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. $20039 ആയിരുന്നു ലോക്കോ നമ്പർ.
അത് വന്ന സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഉടനെ ക്ലിയറൻസ് കിട്ടും. ആയി, നമ്മുടെ സിഗ്നലായി, നമ്മുടെ സ്റ്റാർട്ടറായി. നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടും. അപ്പോൾ നമ്മൾ പുറപ്പെട്ടു. നമ്മളങ്ങനെ പുറത്തോട്ടിറങ്ങുന്നു. .00 ക്യൂബിക് മീറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. kg/m² എത്രയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദ്രാവകത്തിൻ്റെയും. അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം. അതിൽ അയണോറ്, കോപ്പർ ഓറ്, സിങ്ക് ഓറ് കൊണ്ടുപോകാം. അതിൽ അയണോറാണ് ഏറ്റവും ലൈറ്റ്, 2500 kg/m³. അപ്പോൾ അയണോറാണെങ്കിൽ മുകളിൽ വരെ നിറയ്ക്കാനാണല്ലോ ഇരിക്കുന്നത്. ഇതിൻ്റെ ബോഗീസിന് ഹൈറ്റ് കുറവാണ്, വീൽ ഡയമീറ്റർ കുറവാണെന്ന് തോന്നുന്നു. ഇതിന് വീൽ ഡയമീറ്റർ കുറവായതുകൊണ്ട് തന്നെ ഇതിനെ സ്പ്രിങ്സ് ശ്രദ്ധിച്ചങ്ങ് താഴെ വരെ ഉണ്ട്. ട്വിൻ WDG4G ആണ് ലോക്കോ. ഗുത്തി ഷെഡിൻ്റെ 49521 49487 ആണ് ലോക്കോസ്. അപ്പോൾ നമ്മളങ്ങനെ മുക്കാൽമുറു എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ റോക്കി മൗണ്ടൻസ് ആണ് ഇന്ത്യയിലത്തെ, നമ്മുടെ കർണാടകയിലത്തെ റോക്കി മൗണ്ടൻസ്. ആന്ധ്രയിലേക്ക് കയറി കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. കാര്യം ഇപ്പോൾ സൈഡിലാണ് റോഡിലെ ബോർഡെല്ലാം ഇതിലാണ്, തെലുങ്കിലായിരുന്നു. ഒരു ചെക്ക് പോസ്റ്റും കാണാനുണ്ട്. എനിക്കൊന്ന് ഇവിടെ നമ്മൾ ആന്ധ്രാപ്രദേശിൽ കയറിയെന്ന് തോന്നുന്നു. മലകൾ നമ്മളങ്ങനെ റായദുർഗം സ്റ്റേഷനിലേക്ക് എത്തുന്നത്. റായദുർഗ സ്റ്റേഷനിലേക്ക് അടുക്കായി തോന്നുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ കതിരി ദേവരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നൊരു ലൈൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യും. ഈ കതിരി ദേവരപ്പള്ളി ലൈൻ എന്ന് പറയുന്നത് ശരിക്കും റായദുർഗ് തുംകൂർ റെയിൽവേ ലൈൻ പ്രോജക്റ്റിൻ്റെ പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി വന്നപ്പോൾ, അതായത് 2 വർഷം മുമ്പ് നമ്മൾ വന്ന സമയത്ത് അന്ന് ഈ കതിരി ദേവരപ്പള്ളി ലൈന് ക്ലോസ്ഡ് ആയിരുന്നു. അന്നത് പാസഞ്ചർ ട്രെയിൻ ഓടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും സർവീസ് തുടങ്ങിയെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം ദൂരെ ട്രെയിൻ വരുന്നതുണ്ടോ? അതൊരു EMD ഹോൾഡായിരുന്നു. ലോക്കോ ജസ്റ്റ് മിസ്സായി. അതാണ് കതിരി ദേവരപ്പള്ളിയിൽ നിന്ന് വരുന്ന ലൈന്. അപ്പോൾ ആ കാണുന്നതാണ് കതിരി ദേവരപ്പള്ളിയിൽ നിന്ന് വരുന്ന ലൈൻ. അത് ഇലക്ട്രിഫൈഡ് അല്ല, അങ്ങോട്ട് പോൾസ് നാട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ലൈനിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ ഇത് നേരെ തുംകൂർ പോയി ജോയിൻ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ തുംകൂർ ഉരുക്കര എന്ന് പറഞ്ഞ സ്ഥലം വരെ ലൈൻ പണിതിട്ടുണ്ട്. ആ ഉരുക്കര പോയി കയറും. അത് നമ്മളെ റായദുർഗം ഔട്ടർ തന്നെ പിടിച്ചിട്ടു. സ്റ്റേഷനിലോട്ട് ഇങ്ങനെ കയറ്റി നിർത്തായിരുന്നു. കയറാൻ പോവാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കതിരി ദേവരപ്പള്ളി ലൈന്. എനിക്ക് തോന്നുന്ന പാസഞ്ചറിനെ അവർ അവിടുന്ന് കടത്തി വിട്ടുന്നു. നമ്മൾ ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. നമ്മൾ 3:50 ഇവിടുന്ന് പോകുള്ളൂ. അപ്പോൾ മണി 3:40 3:50 നമ്മൾ ഇവിടുത്തെ ഡിപ്പാർച്ചർ ടൈം. അപ്പോൾ നമ്മൾ നേരത്തെ കയറ്റുന്നതിനും പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റേഷനിൽ എന്തായാലും കിടക്കും. റായദുർഗം എന്ന പേരിലൊരു ദുർഗമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയും ഒരു ഫോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഈ മല കണ്ടിട്ടൊരു ഫോർട്ടുള്ള ലക്ഷണമുണ്ട്.
പാസഞ്ചർ പോയി ഓൾറെഡി, അതെല്ലാം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെക്കാളും മുമ്പ് പോകേണ്ട വണ്ടി തന്നെയാണ്. അത് ശരിക്കും 3:28 മറ്റേ ഇവിടുന്ന് പോകേണ്ട വണ്ടിയായിരുന്നു. അത് ലേറ്റായിരുന്നു വണ്ടി. നമ്മളിവിടുന്ന് 3:50 പോവുള്ളൂ. നമ്മളിപ്പോൾ പോകുമ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ ഒരു സമയമാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ തന്നെ 3:45 അപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊന്നും കിടക്കില്ല. നമ്മൾ പെട്ടെന്ന് വിട്ടുപോകും. പിന്നെ കുറച്ച് ഗ്യാപ്പുള്ള നല്ല കാര്യം, അടുത്ത സ്റ്റേഷനും നല്ല ദൂരത്ത് കിടക്കുന്നത്. ഇവിടുന്ന് ബല്ലാരിയിലോട്ട് 50-60 കിലോമീറ്റർ എങ്ങാനുണ്ട്. പക്ഷേ ഇടയ്ക്ക് ആകെ 2 സ്റ്റേഷനുണ്ട്, 20 കിലോമീറ്റർ ഗ്യാപ്പിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് പോകുന്നതുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ഞാനിപ്പോൾ വീണ്ടും ലെഫ്റ്റിലോട്ട് കിടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലെ ലൂപ്പ് ലൈനിലോട്ട് കിടക്കുന്നു. കതിരുദേവപ്പള്ളിയിൽ നിന്ന് വരുന്ന വണ്ടിക്ക് പ്ലാറ്റ്ഫോം 2 മാത്രമേ കയറാൻ പറ്റുള്ളൂ, 1 കയറാൻ പറ്റില്ല. ഇതാ രായദുർഗ് സ്റ്റേഷനെത്തി. ഇംഗ്ലീഷിലും ഹിന്ദിയിലും രായദുർഗ് എന്നാണെങ്കിലും തെലുങ്കിൽ രായദുർഗം എന്നാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ റൂഫ് ഉണ്ടോ, കോച്ചിൻ്റെ ഹൈറ്റാണ് റൂഫ് നിൽക്കുന്നത്. പ്ലാറ്റ്ഫോം അത്ര താന്നിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് നോർമൽ ഹൈറ്റിനുള്ള പ്ലാറ്റ്ഫോമാണ്. കുടിക്കാൻ തണുത്ത വല്ലതും കിട്ടുമോ? സമയം ഇപ്പോൾ 45, 46 3:46. നമ്മൾ ഇവിടെ എത്തേണ്ട സമയം നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തേണ്ടത് 6 മണിക്ക് മറ്റുമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓടി എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സ്റ്റേഷൻ ബിൽഡിങ്ങിനൊക്കെ പണി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം വരുമ്പോൾ ഈ ബിൽഡിങ്ങിനൊക്കെ പണി നടക്കുമായിരുന്നു. ആകെ ഒരു കടയുള്ളത് ഇവിടെയാണ്. നമ്മളങ്ങ് ഫ്രണ്ടിൽ പോകും. ഇപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം ഭയങ്കര യൂണീക്കാണ്. കണ്ട് ആ പ്ലാറ്റ്ഫോം ഒരു ചിന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു, അതവിടെ അവസാനിച്ചു. അതിന് ഇപ്പുറത്തൊരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷേ അതിന് ട്രാക്ക് കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആ പഴയ ചെറിയ പ്ലാറ്റ്ഫോം ഒരു പൊളിച്ചു മാറ്റിയിട്ട് ഫ്രഷായിട്ട് ലൈൻ ഇടുമായിരിക്കും. അപ്പോൾ രായദുർഗിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ലേറ്റായിട്ട് 3:56 പുറപ്പെട്ടായിരുന്നു. നമ്മളിപ്പോൾ ഒബുലാപുരം എടുക്കണം. ഒബുലാപുരം സ്റ്റേഷൻ കിടക്കുന്നത് അതിന് അങ്ങേയറ്റത്തായിരുന്നു ലോക്കോ. G9 പോലെ ഉണ്ടായിരുന്നു കണ്ടിട്ട്. ഇതെന്താണോ സാധനം? ഈ വെള്ളപ്പൊടി എന്താണോ? ഇതാണ് ഒബുലാപുരം സ്റ്റേഷൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഒബുലാപുരത്ത് വന്ന് നിന്നായിരുന്നു. ഇപ്രാവശ്യം ഒബുലാപുരത്ത് വന്ന് നിന്നു. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ഏതോ വണ്ടിയുണ്ട്, നമ്മുടെ സെക്ഷൻ ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. ഇതിന് മുമ്പിലത്തെ സ്റ്റേഷൻ സോമലപുരത്തും വണ്ടി നിന്നായിരുന്നു. ഞാൻ ഒരിത്തിരി ടയേർഡാണ്, കിടക്കുകയായിരുന്നു, എനിക്ക് വന്നില്ല. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ ഒബുലാപുരം സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിന് ഈ എന്താണ് ICS കോച്ച് ആയതുകൊണ്ട് ജെർക്കൊന്നുമില്ലല്ലോ. CBC കപ്ലറല്ല, സ്ക്രൂ കപ്ലറാണ്. അപ്പോൾ ജെർക്കൊന്നുമില്ലാണ്ട് അങ്ങനെ അങ്ങ് നൈസായിട്ട് അങ്ങ് എടുത്ത് പോകും. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടെ പാസഞ്ചർ ട്രെയിനിലാണ്ട് വല്ലതൊക്കെ നിർത്തുമെന്ന് തന്നെ എനിക്കറിയില്ല. ഒബുലാപുരം. നമ്മളങ്ങനെ ബള്ളാരിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ബള്ളാരി ജംഗ്ഷനിലോട്ട് നമ്മൾ പോകില്ല. അതിന് മുമ്പുള്ള ബൈപ്പാസ് ലൈൻ വഴി കയറി ബള്ളാരി കൻറ്റോൺമെൻറ്റിലോട്ട് പോകും. ബള്ളാരി കൻറ്റോൺമെൻറ്റിലാണ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ബൈപ്പാസ് ലൈനിലേക്ക് കയറുകയാണ്. ഈ നേരെയുള്ള ലൈൻ ബള്ളാരി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പോകും. നമ്മൾ ബൈപ്പാസ് ലൈനിലേക്ക് കയറി.
അപ്പം നമ്മളങ്ങനെ ബെള്ളാരി കൻറ്റോൺമെൻറ്റ് ഭാഗത്തേക്ക് തിരിയുന്നു. ബെള്ളാരി കൻറ്റോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഹോൾട്ട് സ്റ്റേഷനാണ്. അത് ജസ്റ്റ് ഈ ബൈപ്പാസിലുള്ള ട്രെയിനുകൾ നിർത്താൻ വേണ്ടി ആണിപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അല്ലാണ്ട് റെഗുലർ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുമായിരിക്കും. ആ കാണാൻ ബെള്ളാരി കൻറ്റോൺമെൻറ്റിൽ നിന്നും വരുന്ന ലൈന്. അങ്ങ് ദൂരെ ബെള്ളാരി കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ ആക്ച്വലി കാണാം. വലിയ ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല, വലിയതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങ് ബെള്ളാരി കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ കാണാം. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു R4 ഹോൾഡ് വണ്ടി വരുന്നുണ്ട്. വിജയവാഡ 2259 അമരാവതി എക്സ്പ്രസ് ആണ്. നർസാപൂർ, ഹുബ്ബള്ളി നർസാപൂർ. അപ്പോൾ നമ്മളങ്ങനെ ബെള്ളാരി കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ അടുത്താണ്. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. ഇവിടെയാണ് നമ്മുടെ ബൈപ്പാസ് വഴിയുള്ള ട്രെയിനുകൾ നിർത്തുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം മൈസൂർ ഷിർഡി എക്സ്പ്രസ്സിന് വന്നപ്പോഴും ഇവിടെ തന്നെ ആയിരുന്നു നിർത്തിയത്. അന്ന് പക്ഷേ എനിക്ക് പ്ലാറ്റ്ഫോമിലുള്ള എൻട്രി കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇവിടുന്ന് ഈ വണ്ടിക്ക് നല്ല തിരക്ക് കയറാനുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി തിരക്ക് കയറാനുണ്ട്. പക്ഷെ എല്ലാം നമ്മുടെ വണ്ടികളിലെല്ലാം തോന്നുന്നു. നമ്മൾ എടുക്കുക ബെള്ളാരി കൻറ്റോൺമെൻറ്റിൽ നിന്ന്. നമ്മൾ അത്യാവശ്യം ലേറ്റാണ്, ഒരു 10-12 മിനിറ്റോളം ലേറ്റാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ 5:19, 5:17 ഇവിടെ എത്തിയായിരുന്നു. ഇപ്പോൾ സമയം 5:19. ഇവിടെ ആക്ച്വലി ഈ പ്ലാറ്റ്ഫോമിന് തൊട്ട് അവസാനം ഒരു ഗേറ്റ് ഉണ്ട്, ലെവൽ ക്രോസ് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ഇവിടെ നിൽക്കുന്നിടത്തോളം നേരെ ഗേറ്റ് അടഞ്ഞ് നടക്കും. അപ്പോൾ നമ്മളങ്ങനെ പുറപ്പെട്ടു. ആ പ്ലാറ്റ്ഫോമിൽ കണ്ട തിരക്ക് നമുക്കുള്ളതല്ലായിരുന്നു കേട്ടോ. പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ആക്ച്വലി ബെള്ളാരി ഹുബ്ബള്ളി, ഗുണ്ടക്കൽ ഹുബ്ബള്ളി ഡെമു വരാനുണ്ട്. അതിനുള്ള തിരക്കാണത്. കുറേ പേര് വണ്ടിയിലോട്ട് കയറി, പക്ഷേ എല്ലാം നമുക്കുള്ളതല്ലായിരുന്നു. കാരണം ബെള്ളാരി കൻറ്റോൺമെൻറ്റ് നമ്മൾ പുറത്തിറങ്ങി. അടുത്ത ഹോൾട്ട് ഹോസ്പേറ്റലാണ്. തോരണഗള്ളു ഹോൾട്ടില്ല, തോരണഗള്ളു റൺ ത്രൂ ആണ്. നമ്മൾ ശരിക്കും 6 മണിക്ക് ഹോസ്പേറ്റ് എത്തേണ്ടതാണ്. അതൊരു ഒത്തിരി 10-15 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു 6:30-6:15 ആകുമ്പോഴത്തേക്ക് ബെള്ളാരി കൻറ്റോൺമെൻറ്റ് ഫ്ലൈറ്റ് യാർഡ്. അതൊരു G12B ഹോൾഡ് ഫ്ലൈറ്റ്. ഇത് ബെള്ളാരി എയർപോർട്ടാട്ടോ ഈ കാണുന്നത്. കാണുന്നതാണ് ബെള്ളാരി എയർപോർട്ട്. അവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ ലോക്കൽ ഗ്രൗണ്ട് കൺട്രോൾ ATC കാണാം. ഗ്രൗണ്ട് കൺട്രോൾ ATCയും റൺവേയുടെ എൻഡും കാണാൻ പറ്റും ഇവിടെ. അതാണ് ബെള്ളാരി എയർപോർട്ട്. നമ്മളങ്ങനെ ബെള്ളാരിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി കുറച്ച് നേരം ഒരു ഹൈ സ്പീഡ് റണ്ണ് പ്രതീക്ഷിക്കാം നമുക്ക്. ഹൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ICF കോച്ചാണ്, പ്ലസ് വാഗൺ ആണ്. അതുകൊണ്ട് 100 kmph കൂടുതൽ പോവില്ല.
തോരണുകളിൽ സ്റ്റേഷൻ വഴിയുടെ റൺ ത്രൂ ആണ്. സെറ്റിങ്സ് മാറിക്കിടന്നുകൊണ്ട് ക്യാമറ ഓൺ ആയപ്പോൾ അത് ഫോട്ടോ മോഡിലോട് പോയായിരുന്നു. നമ്മൾ തിരുപ്പതി ഹുബ്ബള്ളി പാസഞ്ചറിന് ഇപ്പോൾ ഈ എക്സ്പ്രസ്സാണ് ഇവിടെ വെച്ച് ഓട്ടേക്കാണ്. 2590 വിജയവാഡാണല്ലോ. അപ്പോൾ തോരണവള്ളൂർ സ്റ്റേഷൻ വഴി നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് ഓടി തീർത്തു. ഇവിടെയാണ് JSW ഫാക്ടറി. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കാണുന്നതാണ് ജിൻഡാൽ സ്റ്റീൽ വർക്ക്സ് തോരണവള്ളൂർ. ഇവിടുന്ന് ഉള്ളിലോട്ട് അവരെ പ്ലാന്റിലോട്ട് പോകുന്നൊരു ലൈനാണ്. ആ ലൈനിലോട്ട് കയറി പോകുന്ന ഒരു ട്രെയിൻ കാണാം. ലൈനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ട്രെയിൻ കാണാം. 27586 GTL മുന്തക്കൽ ട്വിൻസാണ്. മുൾച്ചെടിയാണത്, കൈ സൂക്ഷിക്കണം, ഇല്ലപ്പണി പാടും. അപ്പോൾ ഇത് വിദ്യാനഗറിലോട്ട് പോകുന്ന ലൈനാണ്. അതുപോലെ വിദ്യാനഗറിൽ നിന്ന് വരുന്ന ഒരു ലൈനും അപ്പുറത്തോട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ 2 വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന ഹ്യൂജ് സാധനമാണ് JSW ജിൻഡാൽ സ്റ്റീൽ വർക്ക്സിൻ്റെ ഇവിടുത്തെ പ്ലാന്റ്. നമ്മളിവിടെ കാണുന്ന മിക്കവാറും അയണോർ എല്ലാം ജിൻഡാൽ സ്റ്റീൽ വർക്ക്സിലോട്ട് വരുന്നതാണ്. ഇപ്പോൾ ജിൻഡാലിൽ നിന്ന് MT വാഗൺസോട് പുറത്തോട്ട് വന്ന ട്വിൻ WDG4 ആണ്. ഹുബ്ബള്ളി ഷെഡിൻ്റെ ആയിരുന്നു ലീഡ് ലോക്കോസ് ലീഡല്ല ലോക്കോസ്. വാസ്കോഡ ഗാമ സെക്കന്ദരാബാദ് എക്സ്പ്രസ് ആണ്. കുറച്ച് സൺസെറ്റ് വിഷ്വൽസും കൂടി ആയേക്കാം. സൺ സെറ്റായിട്ടില്ല, എന്നാലും ഇവിടെ ഇങ്ങനെ മനസ്സ് പറഞ്ഞൊരു ഫ്ലൈറ്റ് ഉണ്ടാവും. കറക്റ്റ് 2 സൈഡിലുണ്ട്. WDG6Gs ആണത്. ഗഡികനൂരുമാണ്. അപ്പുറത്തെ തലയില്ലാത്ത ലോക്കമായിരുന്നു, ഈ തലയില്ലാത്ത. ആ മേഘവും അതിന് താഴെ ലൈറ്റിന് റിഫ്ലക്ഷൻ കണ്ട അടിപൊളി. പാപ്പിനായകനഹള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷനാണിത്. നമ്മൾ കയറിയപ്പോൾ നമുക്കൊരു ഡബിൾ ആംബർ ആയിരുന്നു. ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ച സിഗ്നൽ ഉണ്ട്, പക്ഷേ ഏത് ലൈനിലാണോ ട്രെയിൻ വരുന്നത്? അത് ADLS-നാണ് ട്വിൻ വാഗണൈറ്റ്സ്, വാഗ് 7s. BCNR കാണാം, ಗೊತ್ತಿಲ್ಲ.
പോയി. ഇപ്പുറത്തെ സൈഡിൽ ഫ്രൈറ്ററുണ്ട്. ഫ്രൈറ്റേഴ്സ് മിസ്സായില്ല. ഐ എന്തായിരുന്നു ഇത്? അടുത്ത സ്റ്റേഷൻ ഹോസ്പേട്ടാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം 2 മറ്റോ കിടക്കുന്നുണ്ട്, ഡെമോ കിടക്കുന്നുണ്ട്. അതിന് അടിയിലൊക്കെ ലൈറ്റ് ഉണ്ടല്ലോ, അത് ബോഗിയിലോട്ടൊക്കെ എഴുതിയ പോലത്തെ ലൈറ്റ് കിടക്കുന്നു. എന്തിനാണോ അത്? WDG 6G ആയിരുന്നു ഇത്, ഗുത്തി ഷെഡിൻ്റെ ട്വിൻസ്. കറക്റ്റ് ടൈമിന് എനിക്ക് ഡോറ് കാലിയാക്കി കിട്ടി. ഹോസ്പേട്ട് സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 6:27, 18:27. ഹോസ്പേട്ടെ ജംഗ്ഷൻ, ഹൊസാപ്പേട്ടെ ജംഗ്ഷൻ ശരിക്കും പറയാം. ഈ കാണുന്ന തിരക്കൊക്കെ നമ്മുടെ പുറകെ വരുന്ന 2 വണ്ടികൾക്കുള്ള കേട്ടോ. നമ്മുടെ പുറകെ ഒരു തിരുപ്പതി ഹുബ്ലിയും അതുപോലെ ഗുണ്ടക്കൽ ഹുബ്ലിയും വരുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്കും ഉണ്ടാവും. ഡെമോനും കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഡെമോൻ്റെ സങ്കടം തോന്നുന്നുണ്ട്. ഡെമോനെ കാണിച്ചില്ല. എയറോഡൈനാമിക് ഫേസുള്ള ഡെമോ ആണ്. SS ഹുബ്ബള്ളി ഹോസ്പേട്ട, പിന്നെ ഹോസ്പേട്ടെ ബെല്ലാരി ഹരിഹർ. അപ്പോൾ നമ്മൾ ഹോസ്പേറ്റിലെത്തി. അത്യാവശ്യം ആൾ പറയാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തണുത്ത എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ 18:32 നമ്മൾ ഹോസ്പേട്ടയിൽ നിന്ന് പുറപ്പെട്ടു. ഹുബ്ലി ഷെഡിൻ്റെ 12291, പിന്നെ 2 DG4 കൊണ്ട് കിടപ്പുണ്ട്. എല്ലാം ഹുബ്ലി ഷെഡിന് തന്നെ, എല്ലാം എമ്മിയോട് ലോക്കോസാണ്. ഈ റൂട്ടിൽ ഇതുമെല്ലാം ഉണ്ടോ? ഘാട്ടൊന്നും എൻ്റെ അറിയില്ല. 12090 ഫ്രഷ്ലി റീപെയിൻറ്റഡ് ഈ കളറിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പകൽ വെളിച്ചം കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയായി. ഇനി അങ്ങോട്ട് പകൽ വെളിച്ചം ഉണ്ടാവില്ല. ഇങ്ങനെ അങ്ങോട്ട് അധികം താമസിച്ചത് ഇരുട്ടും. അടുത്ത സ്റ്റേഷൻ, നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കൊപ്പളയിലാണ്. കൊപ്പള, അത് കഴിഞ്ഞാൽ പിന്നെ ഗദഗ്, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഹുബ്ബള്ളി. നമ്മുടെ യാത്ര ഹുബ്ബള്ളി വരെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ ആടി കുറേ ലോക്കോസ് ഉണ്ടായിരുന്നു. പുറകിലൊരു ട്രെയിൻ നമ്മൾ വന്ന ലൈനിൽ തന്നെ വരുന്നുണ്ട്. അതെനിക്കൊന്ന് മിക്കവാറും നമ്മുടെ തിരുപ്പതി ആയിരിക്കും, തിരുപ്പതി ഹുബ്ലി എക്സ്പ്രസ് ആയിരിക്കും. ഇവിടെ ഒരു വലിയ ഇതൊക്കെ ഉണ്ട്, എന്താ പറയുക, വാഗൺ മെയിൻ്റനൻസ് സെൻ്ററൊക്കെ ഉണ്ട്. ജസ്റ്റ് പുറത്തിറങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറേ WDG4 കൊണ്ടൊന്ന് ഡംപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഡംപ് ചെയ്തിരിക്കുന്നതാണ്. ലോക്കോൻ്റെ അടിയിലൊക്കെ പുല്ല് മുളച്ചിട്ടുണ്ട് ട്രാക്കിൽ. എക്സസ് ലോക്കോസാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒറിജിനൽ EMD പെയിൻ്റാണ്. 12005. ഇതൊക്കെ അങ്ങോട്ട് വന്നാൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്ന ലോക്കോ. അതൊക്കെ ഉണ്ടോ? ഇത്രയും WDG4കൾ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്ക്രാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനൊക്കെ വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിൽ പുതിയതും പഴയതും എല്ലാം ഉണ്ട്. തുംഗഭദ്ര നദി
മുകളിലേക്ക് കൂടുതൽ പാലമാണ്. വെള്ളം തീരെ കുറവാണ്. കാര്യം ഫുൾ ഡാമുണ്ട്. തുങ്കഭദ്ര ഡാമിന് തൊട്ട് മേലെയാണ്. നല്ല ഭംഗിയുണ്ട് അതെല്ലാം സ്ഥലം കാണാനല്ലേ. ഇതാണ് വിജയപുര യശ്വന്ത്പൂർ എക്സ്പ്രസ്. ചെറിയ ട്രെയിനാണ്, 15 കോച്ച് മറ്റോ ഒന്നും തോന്നുന്നു. സ്ലോ ഡൗൺ ചെയ്യും. അവന് ഗിനിജേരയിലെ ഇതുണ്ട്, സ്റ്റോപ്പുണ്ട്, റിവേഴ്സലുണ്ട്. നമുക്കിത് രണ്ടുമില്ല. എനിക്കിഷ്ടമായിട്ടോ. അതാണ് സിന്ധനൂർ എന്ന് വരുന്ന ലൈന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുനീറാബാദ് മെഹബൂബ് നഗർ പ്രൊജക്റ്റിലെ ലൈന്. അവിടെ ഗിനിജേരയിൽ ഏതോ മെയിൻ ലൈനിൽ ഏതോ ഫ്ലൈറ്റും കിടക്കണമെന്ന് തോന്നുന്നു. ഇത് ഏതോ ഇൻഡസ്ട്രിയൽ സൈഡിങ് ആണ്. ഡിപ്പൻ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പകൽ വിഷ്വൽസ് ഞാൻ അവസാനിപ്പിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. കൊപ്പള സ്റ്റേഷനിലേക്ക് എത്തുന്നു. കൊപ്പൾ സ്റ്റേഷനിലെത്തി. അപ്പുറത്ത് കൂടെ ഒരു ഫ്ലൈറ്റ് കയറി വരുന്നുണ്ട്. ആ ഹോണടി കേട്ടുകൊണ്ട് ഞാൻ ഓടി വന്നത്. സമയം ഇപ്പോൾ 7:03. WDP4 ആണ്. 20005. ഡിപ്പാർട്ട്മെൻറ്റിൽ ബോബിൻ വാഗൻസ് ആണ്, ഹോപ്പർ വാഗൻസ്. നമ്മൾ കൊപ്പളയിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത ഗദഗാണ്. ഗദഗ് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് നമ്മൾ മിക്കവാറും ഹംപി എക്സ്പ്രസ്സിന് ക്രോസ് ചെയ്യും. പക്ഷേ ക്യാപ്ചറിന് സാധ്യത വളരെ കുറവാണ്. നല്ല ഇരുട്ടായിരിക്കും. സ്റ്റേഷനിൽ വെച്ചാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാം.
നമ്മൾ എത്തുന്നതിന് മുന്നായിട്ട് ഇവൻ പോവുകയും ചെയ്യും. മാംഗ്ലൂർ എക്സ്പ്രസ്, വിജയപുര മാംഗ്ലൂർ എക്സ്പ്രസ്, അല്ലെങ്കിൽ അത് കാണാമായിരുന്നു. അതിനെ നമ്മൾ ചിലപ്പോൾ ഹുബ്ലി വെച്ച് കാണും. നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും മിക്കവാറും റിവേഴ്സിൽ കഴിഞ്ഞ് ഇറങ്ങുന്നേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊപ്പളയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ കൊപ്പള കഴിഞ്ഞു. कृपया ध्यान दीजिए, गाड़ी संख्या 0628 मैसूर अजमेर एक्सप्रेस मैसूर से चलकर हुबली रास्ते अजमेर को जाने वाली प्लेटफॉर्म क्रमांक 1 पर आ चुकी है. അങ്ങനെ 7:54 നമ്മൾ ഗദഗ് ജംഗ്ഷനിലെത്തി. ഇനി ഒരു 60 കിലോമീറ്ററും കൂടി ഉണ്ട് ഹുബ്ബള്ളിയിലേക്ക്. എന്തായാലും കറക്റ്റ് ടൈമിന് എത്തില്ല, ഒരു 7:45 ആകുമ്പോഴേക്കും ഹുബ്ബള്ളി എത്തുമായിരിക്കും. ഇപ്പോൾ ഉള്ള സ്റ്റേഷനിൽ ഹോസ്പേട്ട് മുല്ലും കൊണ്ടുള്ള സ്റ്റേഷനിലൊക്കെ അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗദഗ് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഹുബ്ലിയിലാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹുബ്ലിയിലാണ്. എനിക്ക് ശരിക്കും ഈ ട്രെയിനിൽ വസായി റോഡ് വരെ പോകണമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ ഒറിജിനലി. പക്ഷേ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹുബ്ലി ആക്കിയിട്ട് ഹുബ്ലിയിൽ നിന്ന് തിരിച്ച് മൈസൂരിലേക്ക് പോകാൻ തീരുമാനിച്ചാണ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാനിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഹുബ്ലി ഇറങ്ങിക്കഴിഞ്ഞാൽ ഹുബ്ലിയിൽ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബെൽഗാം മൈസൂർ എക്സ്പ്രസ് ഉണ്ട്. അതിന് കയറി തിരിച്ച് മൈസൂരിലേക്ക് തന്നെ പോകും. മൈസൂർ പോയിട്ട് മൈസൂരിൽ നിന്ന് നാളെ കേരളത്തിലേക്കുള്ള ഏക ട്രെയിനിന് ഒരു വീഡിയോ ചെയ്യാനാണ്. മൈസൂരിൽ നിന്ന് കേരളത്തിലേക്ക് ആകെ ഒരൊറ്റ ട്രെയിനിലേ ഉള്ളൂ. ആ ട്രെയിനിലൊരു വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ അങ്ങനെ ഗദഗ് ജംഗ്ഷൻ നമ്മൾ ഇറങ്ങി. ഇനി ഒരു 60 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തും. അപ്പോൾ ആ ലാസ്റ്റ് 60 കിലോമീറ്ററിന് ഞാനൊന്ന് പോയിട്ട് എൻ്റെ മൊബൈലിലേക്ക് ഒന്ന് ചാർജ് ചെയ്യട്ടെ. അപ്പുറത്തൊക്കെ കുറേ ലോക്കോസ് കിടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പിടിക്കാൻ പോകുന്നില്ല. തൽക്കാലം നമുക്ക് ഇത്രയും മതി. എങ്കിൽ പിന്നെ നമുക്കിനി ഹുബ്ലി എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ഹുബ്ബള്ളി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഒരു വാപ്സൺ ഹോളിൻ്റെ ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. നാലാകുടിയുടെ വാപ്സൺ ആണ്, ഏതാ വണ്ടിയെന്ന് അറിയില്ല. അതുപോലെ വിജയവാഡ എക്സ്പ്രസ് ആയിരിക്കും. ഹുബ്ലി വിജയവാഡ എക്സ്പ്രസ് ആകാനാണ് സാധ്യത. അറ്റത്ത് ഏതൊരു വണ്ടി കിടക്കുന്നുണ്ട് റെഡി ആയിട്ട്. സമയം 8:49. അങ്ങനെ അറ്റത്തുള്ള പ്ലാറ്റ്ഫോം നമ്പർ 6. ഈ LHB കിടക്കുന്ന കണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ 8. നമ്മുടെ ഹുബ്ലി സ്റ്റേഷൻ ഇത് പഴയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലാണ് തോന്നുന്നു കണ്ടിട്ട്. റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം എൻട്രി നമ്മൾ മിസ് ചെയ്യും. വൺ 2649 ആണ് ഇവിടെ കിടക്കുന്നത്. സമ്പർക്ക ക്രാന്തി എക്സ്പ്രസ്. പ്ലാറ്റ്ഫോം എൻട്രി മിസ്സായി. 8:51 നമ്മളങ്ങനെ ഹുബ്ബള്ളിയിൽ എത്തിയിരിക്കുകയാണ്. സമയം 8:51. ഇപ്പോൾ ഏതാ പ്ലാറ്റ്ഫോം എനിക്കറിയില്ല കേട്ടോ. അപ്പുറത്ത് കിടക്കുന്നത് ഹുബ്ലി ഹൈദരാബാദ് എക്സ്പ്രസ് ആണ്. നമുക്ക് എന്നാൽ പതുക്കെ മെയിൻ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പുറത്തിറങ്ങാം. പിന്നെ ഡിന്നർ വല്ലതും കഴിക്കണം. കാര്യം 10:30 നമ്മൾ അടുത്ത വണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് ഹുബ്ലിയിൽ ഈ അണ്ടർപാസ് കാണുന്നത് കേട്ടോ. ഇത് അടിപൊളി അണ്ടർപാസ് ഉണ്ട്. ഈ അണ്ടർപാസ് വഴി നേരെ നമുക്ക് പുറത്ത് പോകാൻ പറ്റും തോന്നുന്നു. നമ്മൾ വന്ന പ്ലാറ്റ്ഫോം നമ്പർ 4-ലായിരുന്നു.
ഇതുവഴി ഇങ്ങനെ പുറത്തിറങ്ങി പോകാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ പുറത്തിറങ്ങി പോയിട്ട് പുറത്തുനിന്ന് വല്ല ഫുഡും കഴിക്കാം നമുക്ക്. അപ്പോൾ ഫോക്സ് നമ്മളങ്ങനെ ഹൂബ്ലിയിലെത്തി നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് ഹൂബ്ലി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 എൻഡ്. സ്റ്റേഷന് പുറത്ത് പോയി വല്ല ഫുഡും കഴിക്കാമെന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടെന്നിരിക്കുന്നു. നമ്മൾ കാണിച്ചിട്ടില്ലാത്തൊരു റൂട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, സജഷൻസ്, ഫീഡ്ബാക്കൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ UPI വഴി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. സോ ദിസ് ഇസ് ബിനയ് ശങ്കർ signing off from Platform 7. See you again in the very next video. Until then, bye-bye.